ലേവ്യാപുസ്തകം 25-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നതിന് മുൻപ് നാം ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ദ റിസറക്ഷൻ സീരീസ് ആക്ട് ചാപ്റ്റർ 1 അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 7-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം. ലൂക്കോസ് എഴുതിയ 2-ാം ചരിത്രം. അപ്പോസ്തല പ്രവൃത്തി ലൂക്കോസ് എഴുതിയ 1-ാം ചരിത്രമല്ല, 1-ാം ചരിത്രം ലൂക്കോസ് വിശേഷം. ലൂക്കോസ് എഴുതിയ 2-ാം ചരിത്രം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 7-ാം വാക്യം. കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞേ. നമുക്ക് ഒരുമിച്ച് വായിക്കാം. അവൻ അവരോട്, പിതാവ് സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളത് അല്ല. 8-ാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമരിയിടം ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകാം. നമ്മളിന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ 7-ാം വാക്യത്തിലെ 2 പദങ്ങളാണ്. അവനവരോട്, യേശു കൂടി വന്ന ശിഷ്യന്മാരോട് പറഞ്ഞത്, അവർ എത്ര പേരായാലും പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ. നാം കേൾക്കുന്ന ഈ ദൂതിൻ്റെ തലക്കെട്ടതാണ് കാലങ്ങളും സമയങ്ങളും. ടൈംസ് ആൻഡ് സീസൺസ്. ടൈംസ് ആൻഡ് സീസൺ. കാലങ്ങളും സമയങ്ങളും. ശബ്ദം ഉയർത്തി പറഞ്ഞാട് ഒരിക്കൽ കൂടെ ശക്തിയോടെ. കാലങ്ങളും സമയങ്ങളും. സ്തോത്രം. കാലങ്ങളും സമയങ്ങളും എന്ന് പോയിന്റ് ചെയ്യാൻ പറ്റിയ ദ ബെസ്റ്റ് അല്ല, ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വേദഭാഗമാണ് ലേവ്യ പുസ്തകം 25-ാം അധ്യായം. ദ ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് ചാപ്റ്റർ 25 വേഴ്സസ് 8 to 13. 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ സാന്നിധ്യത്തിനായി സ്തോത്രം. യെസ്, ലേവ്യ പുസ്തകം 25-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഒരുപക്ഷെ ആ തൂണിൽ മറിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ മുന്നിൽ ധാരാളം സീറ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് വന്നിരിക്കാം. സ്തോത്രം. കം, ദിസ് ഈസ് യുവർ പ്ലേസ്. ഇത് നിങ്ങളുടെ സ്ഥലമാണ്. ഞങ്ങളെല്ലാം കർത്താവ് കഴിഞ്ഞാൽ നിങ്ങളുടെ വകയാണ്. ഒരു ദൈവദാസൻ നിൽക്കുന്നത് ഒരിക്കലും തനിക്ക് വേണ്ടി ആകരുത്. ഒരു ദൈവദാസൻ നിൽക്കുന്നത് ദൈവത്തിനും ദൈവത്തിൻ്റെ ജനത്തിനും വേണ്ടിയാണ്. യെസ്, ആരും അത് പറഞ്ഞു. താങ്ക് യു. സ്തോത്രം. ഒരു ദൈവദാസൻ നിൽക്കുന്ന തനിക്ക് വേണ്ടിയല്ല, ദൈവത്തിനും ദൈവത്തിൻ്റെ ജനത്തിനു വേണ്ടിയാണ്. താങ്ക് യു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി. ലേവ്യ പുസ്തകം 25-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ശബ്ദം ഉയർത്തി വായിച്ചേ. പിന്നെ 7 ശബദാണ്ടായ 7 സംവത്സരം എണ്ണയണം. അങ്ങനെ 7 ശബദാണ്ടായ 49 സംവത്സരം കഴിയണം. അപ്പോൾ 7-ാം മാസം 10-ാം തീയതി മഹാധ്വനി കാഹളം ധ്വനിപ്പിക്കണം. പാപ പരിഹാര ദിവസത്തിൽ നിങ്ങൾ ദേശത്ത് എല്ലായിടവും കാഹളം ധ്വനിപ്പിക്കണം. 50-ാം സംവത്സരത്തെ ശുദ്ധീകരിച്ച് ദേശത്ത് എല്ലായിടവും സകല നിവാസികൾക്കും സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കണം. അത് നിങ്ങൾക്ക് യോബേൽ സംവത്സരം ആയിരിക്കണം. നിങ്ങൾ താന്താൻ്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകണം. ഓരോരുത്തൻ താന്താൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകണം. 50-ാം സംവത്സരം നിങ്ങൾക്ക് എന്തോ സംവത്സരം? യോബേൽ സംവത്സരം ആയിരിക്കണം. എന്തോ സംവത്സരം? യോബേൽ സംവത്സരമായിരിക്കണം. അതിൽ നിങ്ങൾ വിതയ്ക്കുകയോ പടുവിള കൊയ്യുകയോ വള്ളിത്തല മുറിക്കാത്ത മുന്തിരിവള്ളിയുടെ പഴം പറിക്കുകയോ ചെയ്യരുത്. അത് എന്തോ സംവത്സരം? യോബേൽ സംവത്സരമാകുന്നു. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. ആ ആണ്ടത്തെ അനുഭവം നിങ്ങൾ വയലിൽ നിന്ന് തന്നെ എടുത്ത് തിന്നേണം. ഇങ്ങനെയുള്ള എന്തോ സംവത്സരം? യോബേൽ സംവത്സരത്തിൽ നിങ്ങൾ താന്താൻ്റെ അവകാശത്തിലേക്ക് മടങ്ങി പോകണം. കാലങ്ങളും സമയങ്ങളും. ടൈംസ് ആൻഡ് സീസൺസ്. 6 ദിവസം കൊണ്ട് ദൈവമായ കർത്താവ് ഭൂമിയെ, പ്രകൃതിയെ, പ്രപഞ്ചത്തെ തൻ്റെ വാക്കിനാൽ സൃഷ്ടിക്കുകയുണ്ടായി. റോമർ 4:17, 2 കൊരിന്ത്യർ 4:6. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തിൻ്റെ ദൈവം ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തി. കാരണം ദൈവത്തിൻ്റെ വാക്കിന് ശക്തിയുണ്ട്. എബ്രായ 11:3 പറയുന്നു, ദൈവം വചനത്താൽ സകലതിനെ സ്ഥാപിച്ചു, എസ്റ്റാബ്ലിഷ് ചെയ്തു. ദൈവം വചനത്താൽ സകലതിനെ സ്ഥാപിച്ചു. വൈ? യെശയ്യാ 55:11 പറയുന്നു, God's word never return void. Even tonight it will accomplish the purpose of God. ദൈവത്തിൻ്റെ വചനം
ഒരിക്കലും വൃഥാവായി മടങ്ങി വരികയില്ല. അത് അയച്ച കാര്യത്തെ ഈ രാത്രിയിലും നിറവേറ്റുക തന്നെ ചെയ്യും. ദൈവം പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ. ദൈവം പറഞ്ഞു വൃക്ഷലതാദികൾ മുളച്ചു വരട്ടെ. ദൈവം പറഞ്ഞു മൃഗങ്ങൾ ചലിക്കട്ടെ. സ്തോത്രം. സോ അവണ്ണം ക്രിയേഷനിൽ, സൃഷ്ടിയിൽ ദൈവം പറഞ്ഞു പകൽ വാഴുവാൻ സൂര്യനെ ദൈവം സൃഷ്ടിച്ചു, രാത്രി വാഴുവാൻ ചന്ദ്രനെ ദൈവം സൃഷ്ടിച്ചു. വേദപുസ്തകം പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 14 മുതൽ താഴേക്ക് വായിക്കുന്നതായ സമയത്ത് കാലങ്ങളെ, സമയങ്ങളെ ദൈവം നിർമ്മിച്ചു. സോ പകൽ വാഴുവാൻ സൂര്യനെ, രാത്രി വാഴുവാൻ ചന്ദ്രനെ ദൈവം നിർമ്മിച്ചിട്ട് കാലങ്ങളെയും സമയങ്ങളെയും ദൈവം നിർമ്മിച്ചു. യുനാനി ട്രാൻസ്ലേഷനിൽ അഥവാ സ്തോത്രം ജൂയിഷ് ബൈബിളിൽ നിങ്ങൾ വായിക്കുമ്പോൾ ആ കാലങ്ങളും സമയങ്ങളും മനുഷ്യൻ്റേതല്ല, പകരം മെശിഹയുടേതാണ് എന്ന് കാണുവാൻ ഗുണം കഴിയും. ലെറ്റ് മീ റിപ്പീറ്റ് വൺ മോർ ടൈം. സ്തോത്രം. കാലങ്ങളും സമയങ്ങളും മനുഷ്യൻ്റേതല്ല, പകരം മെശിഹയുടേതാണ്. സോ അതിനർത്ഥം ഓരോ ക്രിയേഷൻ ദൈവം ചെയ്യുമ്പോൾ സെൻട്രൽ തീം, സെൻട്രൽ പേഴ്സൺ, സെൻട്രൽ മാറ്റർ, സെൻട്രൽ സബ്ജക്റ്റ്, സെൻട്രൽ എന്ന് പറയുന്നത് ക്രൈസ്റ്റ് സെൻറ്റേർഡ് ആയിരുന്നു. യെസ്, കർത്താവ് സ്തോത്രം പിതാവായി ജീവിതം ചെയ്തത്, അത് കണ്ടത് സ്തോത്രം ക്രിസ്തു കേന്ദ്രീകൃതമായിരുന്നു. സമയം സ്തോത്രം അത് യഹോവയാം ദൈവം, സൃഷ്ടാവാം ദൈവം, സർവജ്ഞാനി, സർവവ്യാപി, സർവശക്തനായ ദൈവം കാലങ്ങൾ, സമയങ്ങൾ നിർമ്മിച്ച് സാത്താന് കൊടുത്തില്ല, മനുഷ്യന് കൊടുത്തില്ല. അത് ക്രിസ്തു കേന്ദ്രീകൃതം മാത്രമേ. ഇൻ ജീസസ് നെയിം. ദൂത്, നിങ്ങൾ എത്ര വർഷം ജീവിച്ചാലും നിങ്ങളുടെ ഓരോ വർഷവും, ഓരോ മാസവും, ഓരോ ആഴ്ചയും, ഓരോ മിനിറ്റും, ഓരോ സെക്കൻഡും നിൻ്റേത് ആകല്ല, പകരം അത് ക്രിസ്തു കേന്ദ്രീകൃതം ആയിരിക്കട്ടെ. ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി, യേശു കർത്താവിന് വേണ്ടി ആയിരിക്കട്ടെ. സ്തോത്രം. ദൈവം നിങ്ങൾക്ക് നൽകുന്നതായ ഓരോ വർഷവും, ഏതൊക്കെയോ വർഷങ്ങൾ പാഴായിപ്പോയെങ്കിൽ ഇന്ന് രാത്രി തീരുമാനിക്കുക, എൻ്റെ ലൈഫിൻ്റെ ഒരു സെക്കൻഡ് പോലും ഇനി എനിക്ക് കളയാൻ ഇല്ല. ഒരു കൈത്തിരി പോൽ കത്തി എരിഞ്ഞൊരിക്കൽ. ആർക്ക് വേണ്ടി എരിയുന്നു? എനിക്ക് വേണ്ടിയല്ല, എൻ്റെ യേശു കർത്താവിന് വേണ്ടി ഞാൻ എരിയുന്നു, അഥവാ ഞാൻ ജ്വലിക്കുന്നു. ഞാൻ എരിയും തോറും എൻ്റെ ഉയരം കുറയും. ഞാനൊരു മെഴുകുതിരിയാണ്. ഞാൻ എരിയും തോറും എൻ്റെ ഉയരം കുറയും. ഡസൻറ്റ് മാറ്റർ. നോ, ഞാൻ എരിയും തോറും എൻ്റെ ഉയരം കുറയുമെങ്കിലും എൻ്റെ ചുറ്റും നിൽക്കുന്ന ലക്ഷങ്ങൾ ആ വെളിച്ചത്തിൽ നടക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. സോ എൻ്റെ ടൈം എൻ്റെതല്ല, ടൈം യേശുവിൻ്റെതാണ്. സ്തോത്രം. ക്രിസ്തുവിൻ്റെതാണ് ടൈം. അതുകൊണ്ട് ടൈം അമൂല്യമാണ്. നിങ്ങൾ ശ്വസിക്കുന്ന വായുവിനേക്കാൾ, കുടിക്കുന്ന വെള്ളത്തെക്കാൾ, കഴിക്കുന്ന ആഹാരത്തെക്കാൾ എത്രയോ അമൂല്യമാണ് ടൈം. 11ാം കൽപ്പനയായി സെക്കൻഡ് സർവീസിൽ പറഞ്ഞ ഞാൻ ആവർത്തിച്ച് പറയട്ടെ, 11ാം കൽപ്പനയായി പറയട്ടെ, ടൈം വേസ്റ്റ് ചെയ്യല്ല. ടൈം വേസ്റ്റ് ചെയ്യല്ല. 10 കൽപ്പന മോശ നൽകിയെങ്കിൽ 11ാം കൽപ്പനയായി ദയവായി സ്വീകരിച്ചാട്ടെ. ടൈം വേസ്റ്റ് ചെയ്യല്ല. വായ്? ടൈം വേസ്റ്റ് ചെയ്യുന്നവൻ ലൈഫ് വേസ്റ്റ് ചെയ്യുകയാണ്. ടൈം വേസ്റ്റ് ചെയ്യുന്നവൻ ജീവിതത്തെയാണ് വേസ്റ്റ് ചെയ്യുന്നത്. ജീവിതത്തെ വേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നല്ലൊരു ആമേൻ കേൾക്കട്ടെ. അങ്ങനെയാണെങ്കിൽ സമയം കളയല്. യേശു കർത്താവ് പറഞ്ഞു, സ്തോത്രം, ഇതാ രാത്രി വരുന്നു, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. അതുകൊണ്ട് പകൽ ഉള്ളിടത്തോളം അവൻ്റെ വേല നാം ചെയ്യേണ്ടതാകുന്നു. ദൈവപുത്രൻ തന്നെ അത് വാണിംഗ് നൽകിയിരിക്കുന്നു. നോബഡി, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. അപ്പോൾ പ്രവർത്തിപ്പാൻ കഴിയാത്ത ഒരു രാത്രിയുണ്ട്. സെയിം ടൈം യോഹന്നാൻ 4 കർത്താവ് പറഞ്ഞു, ഇന്നേക്ക് 4 മാസം കഴിയുമ്പോൾ കൊയ്ത്ത് വരുന്നു എന്ന് നിങ്ങൾക്കറിയാം. അതെ, കൊയ്ത്ത് വരുന്നു. ഒരു വശത്തെ രാത്രി വരുന്നു, മറുവശത്ത് കൊയ്ത്ത് വരുന്നു. ഓ, ഞാൻ സഭയോട് വിളിച്ചു പറയട്ടെ, ഇന്ന് രാത്രി ഇത് എന്തോ കാലമാണ്. ഇത് നാശത്തിൻ കാലമല്ല, പകരം ഇത് സഭയെ സംബന്ധിച്ച് കൊയ്ത്തിൻ കാലമാണ്. Come on. Hallelujah. Hallelujah. സഭ ഇന്ന് കടന്നു പോകുന്നത് അതേ കൊയ്ത്തിൻ കാലത്താണ്. ആർക്കും തടുക്കുവാൻ കഴിയാത്ത, ഒരു യുദ്ധങ്ങൾക്കും ഒരു സംഘടനകൾക്കും ഒരു ഗവൺമെന്റിനും തടുക്കുവാൻ കഴിയാത്ത, സ്തോത്രം, മാനവ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുവിശേഷീകരണത്തിൻ്റെ പ്രക്രിയ ഈ തലമുറയിൽ ലോകരാജ്യങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയാൽ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു, സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ വിളിച്ചു പറയട്ടെ, അതിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വലിയൊരു പങ്കുണ്ട്. കാരണം ഇത് കൊയ്ത്തിൻ കാലമത്രേ.
സ്തോത്രം കൊയ്ത്തിൻ കാലമത്രേ. അതുകൊണ്ട് ലൈഫ് വേസ്റ്റ് ചെയ്യല്ലേ, ടൈം വേസ്റ്റ് ചെയ്യല്ലേ. ഒരുവനെ എനിക്ക് ഓർമ്മ വരുന്നു, 38 വർഷമാണ് അവന് സ്തോത്രം വേസ്റ്റ് ചെയ്തത്. 38 വർഷം ചുമ്മാ കളഞ്ഞു. സ്തോത്രം നെഗറ്റീവ് മൈൻഡിൽ ജീവിച്ചു. നെഗറ്റീവ് മൈൻഡുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടോ? നെഗറ്റീവ് മൈൻഡ് ഒന്നും നടന്നില്ല. 38 വർഷം മറ്റുള്ളവർ സ്തോത്രം ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വിടുതൽ പ്രാപിച്ചു പോകുന്നത് അവൻ കണ്ടു. നിനക്കെന്തെങ്കിലും നടന്നോ? നോ, എനിക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല. മറ്റുള്ളവരുടെ വിടുതൽ കാണാനേ എനിക്ക് യോഗമുള്ളൂ, മറ്റുള്ളവരുടെ നന്മ കാണാനേ എനിക്ക് യോഗമുള്ളൂ. നോ നോ നോ, ആ ക്യൂ മുന്നോട്ട് പോകുമ്പോൾ നെക്സ്റ്റ് ഈസ് യു. ഇപ്പോൾ നിനക്കാണ്. യേശു അവൻ്റെ അടുക്കലേക്ക് കടന്നുപോയി. അവനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഇന്ന് രാത്രി ചോദ്യം ഇതാണ്, നന്നാകാൻ നിനക്ക് മനസ്സുണ്ടോ? ഉയരുവാൻ നിനക്ക് മനസ്സുണ്ടോ? അനുഗ്രഹം പ്രാപിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? കാരണം നിന്റെ കലണ്ടറിനെ ഇന്ന് രാത്രി കർത്താവ് സെറ്റ് ചെയ്യുകയാണ്. കമോൺ, ഏറ്റെടുക്ക. നിന്റെ കലണ്ടറിനെ കർത്താവ് സെറ്റ് ചെയ്യുന്നു. നിന്റെ ടൈം പീസിനെ, നിന്റെ വാച്ചിനെ കർത്താവ് കറക്റ്റ് ചെയ്യുകയാണ്. കാരണം കാലങ്ങളും സമയങ്ങളും ദൈവത്തിൻ്റെതാണ്. ഇല്ല ബ്രദർ, എൻ്റെ തലയിലെടുത്ത് ഇങ്ങനെയാണ്, എൻ്റെ കുടുംബം ഇങ്ങനെയാണ്, എൻ്റെ സാഹചര്യം ഇങ്ങനെയാണ്. നോ, പിശാചിൻ്റെ തലയെ തകർത്ത് സ്തോത്രം ജയമെടുത്ത ഒരു യേശുവിനെ എനിക്കറിയാം. ഈ പട്ടണത്തിൽ ഏറ്റവും വലിയ ശാപം പിടിച്ച തറവാടിലാണ് നീ ജനിച്ചു വളർത്തപ്പെട്ടതെങ്കിൽ, ഏറ്റവും വലിയ മന്ത്രവാദ പുരയിൽ നിന്നാണ് നീ വന്നതെങ്കിലും, ഏറ്റവും വലിയ വള്ളിക്കെട്ടിൽ നീ ചുറ്റപ്പെട്ടവനായി ഇരിക്കുന്നെങ്കിലും, എൻ്റെ കർത്താവിന് അഴിപ്പാൻ കഴിയാത്ത ഒരു കുരുക്കില്ല, അവന് പുറത്താക്കാൻ കഴിയാത്ത ഒരു ഭൂതമില്ല, അവന് പരിഹരിപ്പാൻ കഴിയാത്ത വിഷയമില്ല. ദൈവത്തിൻ്റെതാണ് കാലങ്ങളും സമയങ്ങളും. നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തെ പണിയുന്ന ഒരു യേശുവുണ്ട്. ഒരിക്കൽ കൂടെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നിന്റെ ചോദ്യം, റെസ്പോൺസിബിലിറ്റി നിന്റെ മേലാണ്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ, ഈ പുസ്തകം അനുസരിച്ച് ജീവിപ്പാൻ, തലയാട്ടാനല്ല, ചുമ്മാ ബഹളം വയ്ക്കാനല്ല, ഈ പുസ്തകം അനുസരിച്ച് നിനക്ക് ജീവിപ്പാൻ മനസ്സുണ്ടെങ്കിൽ, ലോകത്തിലുള്ള 100,000 വിഷയങ്ങൾ നിന്നെ തകർത്ത് ഉടച്ച് ഇട്ടാലും ഇൻ ജീസസ് നെയിം നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുവാൻ, തിരിച്ചറിയാൻ കഴിയാത്ത മാറ്റം നിന്റെ ലൈഫിൽ നൽകി ഉയർത്തുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. അവൻ്റേതാണ് ടൈംസ് ആൻഡ് സീസൺ. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് തൻ്റെ ഓവൽ ഓഫീസിൽ നിന്ന് ഇങ്ങനെ ചോദിച്ചു, ദൈവം എക്സിസ്റ്റ് ചെയ്യുന്നു എന്നതിന് ഒറ്റ വാക്കിൽ എനിക്കൊരു ഉത്തരം തരാമോ? ദൈവം സ്തോത്രം അത് എക്സിസ്റ്റ് ചെയ്യുന്നു, ദൈവമുണ്ട് എന്നതിന് ഒറ്റ വാക്കിൽ ഉത്തരം തരാമോ? ബുദ്ധിമാന്മാരായ അദ്ദേഹത്തിൻ്റെ ചുറ്റും നിന്നതായ ചില ഉദ്യോഗസ്ഥർ ഒറ്റ വാക്കിൽ ഉത്തരം കൊടുത്തു, യഹൂദൻ എന്ന ഒറ്റ വാക്കാണ്. ദൈവം എക്സിസ്റ്റ് ചെയ്യുന്നു, ദൈവമുണ്ട് എന്നതിന് സ്തോത്രം അതേ ഉത്തരം. അതേ തിരുവചനത്തിൽ അതാണ് ശിഷ്യന്മാർ ചോദിച്ചത്. നീ ഇസ്രായേലിന് ഇപ്പോഴാണോ സ്തോത്രം അതേ യഥാസ്ഥാനം നൽകുന്നത്? യഹൂദരുടെ രാജ്യമാകുന്ന ഇസ്രായേലിന് നീ ഇപ്പോഴാണോ സ്തോത്രം അതേ യഥാസ്ഥാനം നൽകുന്നത്? അപ്പോസ്തലപ്രവൃത്തി 1:7 നമ്മൾ വായിച്ചതാണ്. കേട്ടവർ ആമേൻ പറഞ്ഞാട്. സ്തോത്രം അതേ 6-ാം വാക്യം നോക്കിയാട്ടെ. 6-ാം വാക്യം സ്തോത്രം 6-ാം വാക്യത്തിൽ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്ത് ആക്കി കൊടുക്കുന്നത്? യഹൂദൻ്റെ രാജ്യമാണ് ഇസ്രായേൽ. ഇപ്പോഴാണോ നീ റെസ്റ്റോറേഷൻ അവർക്ക് യഥാസ്ഥാനം നൽകേണ്ടത്? യഥാസ്ഥാനം നൽകുന്നത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ റെസ്റ്റോറേഷൻ. സ്തോത്രം ഒരിക്കലും തിരിച്ചു വരുവാൻ കഴിയത്തില്ല എന്ന ക്രമത്തിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് പീസായി യഹൂദന്മാർ തകർക്കപ്പെടുകയുണ്ടായി. ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകനാകുന്ന കർത്താവ് യേശു ഒലിമലയുടെ താഴ്വരയിൽ നിന്ന് ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം സ്തോത്രം ചുണ്ണാമ്പ് കല്ലിൽ കെട്ടിപ്പൊക്കിയതായ ആ സൗധങ്ങളിലേക്ക് അവൻ ഉറ്റുനോക്കി. അതിൽ സ്തോത്രം അന്റോണിയോസ് പ്രോട്രസ് ഉണ്ട്. അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും പ്രസിദ്ധമായ ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഹെരോദാവിൻ്റെ ആലയമുണ്ട്. 35 ഏക്കർ നിറഞ്ഞിരിക്കുന്നതായ ഭ്രാന്തൻ കൺസ്ട്രക്ഷൻ സ്തോത്രം എന്ന് പറയത്തക്ക ക്രമത്തിൽ അതേ അന്റോണിയോ ഫോർട്രസ് ഒരു വശത്ത്, സ്തോത്രം മറുവശത്ത് ഇതാ ഹെരോദാവിൻ്റെ ആലയം ചുണ്ണാമ്പ് കല്ലുകൊണ്ട് കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. അസ്തമയ സൂര്യൻ്റെ പ്രകാശത്തിൽ അത് ഇതാ വെട്ടിത്തിളങ്ങുന്നുണ്ട്. സ്തോത്രം എൻ്റെ പുറമേ നോക്കിയാൽ വലിയ ഗ്ലാമറാണ്, പല ഇടങ്ങളെപ്പോലെ പലരെ പോലെ പുറമേ നോക്കിയാൽ വളരെ ഗ്ലാമറാണ്. പക്ഷെ യേശു നോക്കുന്നത് പുറത്തുള്ള ഗ്ലാമർ അല്ല, ക്രൈസ്റ്റ് സെന്റർ. യേശു നോക്കുന്ന അകത്തുള്ള ഗ്ലോറിയാണ്.
യേശു നോക്കുന്നത് പുറത്തുള്ള ഓ കമാൻ പോയി. യേശു നോക്കുന്നത് പുറത്തുള്ള ഗ്ലാമർ അല്ല, അകത്തുള്ള ഗ്ലോറിയാണ്. പ്രൊഫറ്റിക് വാണിംഗ്. ഓ പുറമെയുള്ള ഗ്ലാമർ ഉള്ളത് പൊളിഞ്ഞു പോയി, അകത്ത് ഗ്ലോറി ഉണ്ടെങ്കിൽ പൊളിക്കുവാൻ ആർക്കും കഴിയത്തില്ല. അകത്ത് ഗ്ലോറി ഉണ്ടെങ്കിൽ പൊളിക്കുവാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകൻ വിരൽ ചൂണ്ടി പറഞ്ഞു, ഈ കാണുന്നത് ഇത് കണ്ട് എക്സൈറ്റഡ് ആകല്ല, ഇത് കല്ലിന്മേൽ ശേഷിക്കാതെ വണ്ണം ഇത് പൊളിഞ്ഞു പോകും. AD 70 എക്സാക്ട്ലി അത് സംഭവിക്കുകയുണ്ടായി. കല്ലിന്മേൽ അത് ശേഷിക്കാതെ വണ്ണം യഹൂദൻ സ്തോത്രം ചിതറിപ്പോയി. യഹൂദന്മാർ തകർക്കപ്പെട്ടു. എന്നാൽ എൻ്റെ കർത്താവ് സ്തോത്രം അവൻ പൊളിക്കുന്നവനല്ല, അവൻ പണിയുന്നവനാണ്. ആ പോയിന്റ് ഞാൻ വീണ്ടും പറയും. സ്തോത്രം. സോ യഹൂദ ജനം എന്ന് പറയുന്നത് മറ്റേതെങ്കിലും രാജ്യത്തിലുള്ള ഏതെങ്കിലും കൾച്ചറിൽ കിടക്കുന്ന വേറെ ഏതെങ്കിലും ജനത്തെ പോലെയല്ല. മറ്റുള്ളവർ സാധാരണക്കാരാണെങ്കിൽ യഹൂദൻ അതൊക്കെ ദൈവം പറഞ്ഞു, നീ ശ്രേഷ്ഠ ജനമാണ്, മറ്റുള്ളവരിൽ നിന്ന് ശ്രേഷ്ഠരായി ഞാൻ നിന്നെ അതേ തിരഞ്ഞെടുത്തിരിക്കുന്നു. സോ യഹൂദൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രൊഫറ്റിക് ക്ലോക്കാണ്. യഹൂദൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അലാം ടൈം പീസ് ആണ്. ദൈവം എങ്ങനെ ചലിക്കുന്നു എന്ന് കാണണമെങ്കിൽ മധ്യപൂർവ്വ ദേശത്ത് ജീവിക്കുന്ന യഹൂദനെ നോക്കിയാൽ മതി. ഞാൻ പറയുന്നത് ഹിസ്ബുള്ളയോ ഹമാസിനെയോ അൽഖേദയോ നോക്കാനല്ല. വേദപുസ്തകം വിശ്വസിക്കുന്ന, മെസ്സിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന, അബ്രഹാമിന്റെ സന്തതിയാകുന്ന, ദൈവത്തിന്റെ സ്വന്തം ജനമാക്കുന്ന യഹൂദനെ നോക്കിയാൽ മതി. കരങ്ങൾ അടിച്ചു വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിച്ചേ. ആ യഹൂദനെ 4000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവമായ കർത്താവ് ഈജിപ്തിൽ നിന്ന് വിടുവിച്ചു. ഞാൻ ഇങ്ങനെ പറയും, ഈജിപ്തിൽ നിന്ന് അവർക്ക് പുറത്തു വരുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ദൈവം അകത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ വിടുവിച്ചു. നിനക്ക് പുറത്തു വരുവാൻ കഴിയത്തില്ലെങ്കിൽ നിന്റെ സാഹചര്യത്തിൽ അകത്തേക്ക് ഇറങ്ങി വന്ന് യഹൂദാ ഗോത്രത്തിലെ സിംഹം നിന്നെ പുറത്തെടുക്കുന്നവനാണ്. സോ അവണം ജനം സ്തോത്രം വിടുവിക്കപ്പെട്ട് അവരതാ പുറത്തു വന്നു. സീനായ് മലയിൽ മോശയെ വിളിച്ച് ഇതുപോലൊരു ഉപവാസത്തിന് ദൈവം ആ പർവ്വതത്തിൽ കയറ്റി, ആ മഹത്വത്തിൽ മോശയെ കയറ്റി ഇരുത്തി. മഹത്വത്തിൽ ഉറങ്ങാൻ പറ്റത്തില്ല, മയങ്ങാൻ പറ്റത്തില്ല. ഓ കമാൺ, ആരോടാ ഞാൻ പറയുന്നത്? മഹത്വത്തിൽ ലേസിനെസ് ഇല്ല, മഹത്വത്തിൽ അലസതയില്ല, മഹത്വത്തിൽ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നിർവിചാരികളായി വേറെ എന്തോ ചിന്തിക്കത്തില്ല. മഹത്വത്തിൽ കമാൺ വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞു. മഹത്വത്തിൽ മോശ കയറിയിരുന്ന് ചട്ടങ്ങൾ, വിധികൾ, പ്രമാണങ്ങൾ, കൽപ്പനകൾ, ദൈവത്തിൻ്റെ അതേ നിയമങ്ങൾ സ്തോത്രം മോശയിലൂടെ ആ ജനത പ്രാപിച്ചു. അവർ ജീവിക്കുന്നത് തോന്നിയതുപോലെയല്ല, UN പറയുന്നത് പോലെയല്ല, ജോ ബൈഡനോ അല്ലെങ്കിൽ ഡെമോക്രാറ്റ്സോ പറയുന്നതനുസരിച്ചല്ല യഹൂദൻ ജീവിക്കുന്നത്. പക്ഷേ യഹൂദൻ ജീവിക്കുന്നത് യഹോവയാം ദൈവം പറയുന്നത് പോലെയത്രേ. ദൈവമായ കർത്താവർക്ക് ചട്ടങ്ങൾ, വിധികൾ, പ്രമാണങ്ങൾ, കൽപ്പനകൾ സ്തോത്രം ദൈവത്തിൻ്റെ വചനത്തെ ദൈവം നൽകി ഉണ്ടായി. അതിലൊരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, നിങ്ങളെ പൊളിക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഇറാന് നിങ്ങളെ തകർക്കാൻ കഴിയത്തില്ല, ഹിസ്ബുള്ളയ്ക്ക് നിങ്ങളെ നശിപ്പിക്കാൻ കഴിയത്തില്ല. കാരണം കർത്താവ് പറഞ്ഞു, നിങ്ങളെ തൊടുന്നവല്ല എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നു. ഓ യെരൂശലേം തുറന്നു കിടന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്നും ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ചുറ്റും ഒരു തീ മതിൽ ആയിരിക്കും. ദൈവം നിലനിൽക്കുന്നു, ദൈവത്തിൻ്റെ ജനവും നിലനിൽക്കുന്നു. മനസ്സിലാക്കുന്ന ആമേൻ പറഞ്ഞാട്. സോ അങ്ങനെ ഇസ്രായേലിനെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ നിന്ന് പുറത്തെടുത്ത് കൊണ്ടുവന്നു. ശ്രദ്ധിക്കണമേ, അടുത്ത പോയിന്റ് ഇതാണ്. ദൈവം അവരെ പുറത്തെടുത്ത് കൊണ്ടുവന്നത് മരുഭൂമിയിൽ പട്ടുപോകുവാൻ അല്ല, വാഗ്ദത്തത്തിൽ എത്തിപ്പാൻ വേണ്ടിയാണ്. പുതിയ നിയമത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ പറയട്ടെ, പാരമ്പര്യ പള്ളികളിൽ നിന്ന്, മതത്തിന്റെ വ്യവസ്ഥകളിൽ നിന്ന് കാലാകാലങ്ങളിൽ ദൈവം നിങ്ങളെ വിടുവിച്ച് ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളെ പേര് എഴുതി പരിശുദ്ധാത്മാവിൽ നിങ്ങളെ നിറച്ച് കൊണ്ടുവന്നത് നിങ്ങൾ എവിടെയോ വെച്ച് പട്ടുപോകുവാനല്ല, എത്തേണ്ട സ്ഥാനത്തെ നിങ്ങൾ എത്തിച്ചേരുവാൻ വേണ്ടിയാണ്. In Jesus' name. ഈ ജനം ഉഴറി നടക്കുന്നത് ഞാൻ കാണുകയില്ല. ഈ ജനവും ഇവരുടെ തലമുറയും എത്തേണ്ട സ്ഥാനത്ത് എത്തുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ കാണുവാൻ വേണ്ടി പോകുന്നു. കാരണം ദൈവത്തിൻ്റെ പ്ലാൻ നിലനിൽക്കുക തന്നെ ചെയ്യും. വേദപുസ്തകം പറയുന്നു, സ്തോത്രം അങ്ങനെ വാഗ്ദത്ത ദേശത്തിൽ നിങ്ങൾ എത്തി. നാം വായിച്ചത് വാഗ്ദത്ത ദേശത്തിൽ നിങ്ങൾ എത്തി. 7-ാം മാസം 10-ാം തീയതി നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. 7-ാം ദിവസം 10-ാം തീയതി ആകുമ്പോൾ സ്തോത്രം അതേ നിങ്ങളുടെ ജൂബിലി ഇയർ ആഘോഷിക്കത്ത ക്രമത്തിൽ ദൈവത്തിൻ്റെ ജനം ഒരുങ്ങണം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ജൂബിലി ഇയർ അന്ന് മുതൽ നിങ്ങൾക്ക് ശബദാണ് എന്ന് ദൈവം പറഞ്ഞു. യഹൂദന്മാരുടെ അടുക്കലേക്ക് നിങ്ങൾ ഇന്നും കടന്നു പോയാൽ എവരി സാറ്റർഡേ, എല്ലാ ശനിയാഴ്ചയും
അവിടെ കടകൾ അടഞ്ഞു കിടക്കും, അവിടെ കാറുകൾ ഓടുകയില്ല. യെരൂശലേം ഉൾപ്പെടെയുള്ളതായ സകല സ്ഥലങ്ങളിലും സ്തോത്രം, യെരൂശലേം ഉൾപ്പെടെയുള്ളതായ സകല സ്ഥലങ്ങളിലും സ്തോത്രം, അതെ, നിരത്ത് ശൂന്യമായിരിക്കും, നിരത്ത് ശൂന്യമായിരിക്കും. എന്നെ പോലെ പ്രസംഗിക്കുന്നതുകൊണ്ടാണ് അവൻ ശബ്ദം ഇടുന്നത്. ഡോണ്ട് വറി, ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷിച്ചോളാം. സ്തോത്രം, അതെ, യഹൂദന്മാരുടെ അതെ നിരത്തുകൾ, റോഡുകൾ ശൂന്യമായിരിക്കും, അവിടെ കടകൾ ഒഴിഞ്ഞു കിടക്കും. കാരണം അത് ശബതാണ്, അത് ശബത ദിവസമാണ്. എല്ലാ സാറ്റർഡേ അവർക്ക് ശബദായിരിക്കുന്നത് പോലെ തിരുവചനം പറയുന്നു, ശബത ദിവസം മാത്രമല്ല, അവർക്ക് ശബദ വർഷവുമുണ്ട്. ശബദ വർഷത്തിൽ സ്തോത്രം അവിടെ നിലത്ത് മുന്തിരിത്തോട്ടം, ഒലിവ് തോട്ടം, അത്തിത്തോട്ടം തുടങ്ങിയവ ഒഴിഞ്ഞു കിടക്കും. കൃഷിക്കായി ആരും ഇറങ്ങത്തില്ല. അത് ശബദാണ്. ശ്രദ്ധിച്ചാട്ടെ, ശബദ ദിവസമുണ്ട്, ശബദ വർഷവുമുണ്ട്. സോ 7-ാം വർഷം ശബദ വർഷമാണ്. 7-ാം വർഷം ശബദ വർഷമാണ്. യഹോവയാം ദൈവം കൽപ്പന നൽകി 7-ാം വർഷം ശബദ വർഷമായിരിക്കുന്ന പോലെ നിങ്ങൾ 7 ശബദ എണ്ണണം. 7 ശബദ എണ്ണണം. മാത്സിന്റെ ക്ലാസ് ആണ് നടക്കുന്നത്. ശ്രദ്ധിച്ചാട്ടെ, 7 ഗുണം 7 സമം സ്തോത്രം 49. 7 into 7 are 49. തൊട്ടടുത്ത സ്തോത്രം വർഷം 50-ാം വർഷം. 7 ശബദിന്റെ 7 49 സ്തോത്രം. തൊട്ടടുത്ത വർഷം 50-ാം വർഷം. 50-ാം വർഷത്തിന്റെ പേരാണ് ജൂബിലി ഇയർ അഥവാ സ്തോത്രം, അതെ, ദൈവത്തിന്റെ പ്രസാദ വർഷം അല്ലെങ്കിൽ യോബേൽ സംവത്സരം. ദൈവത്തിന്റെ പ്രസാദ വർഷം അല്ലെങ്കിൽ യോബേൽ സംവത്സരം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. യെസ്, പ്രസാദ വർഷത്തെക്കുറിച്ച് യേശുവിന് അറിയാമോ? യേശു കർത്താവ് പ്രസാദ വർഷത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഓഫ് കോഴ്സ്. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യം വേദപുസ്തകം പറയുന്നു, കർത്താവ് സ്തോത്രം മരുഭൂമിയിൽ ഉപവസിച്ച ശേഷം കർത്താവ് യേശു ക്രിസ്തു പള്ളിയിലേക്ക് കടന്നു വരികയാണ്. മരുഭൂമിയിൽ കയറിയത് ആത്മാവിന്റെ നിറവോടെയാണ്. എന്നാൽ ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ ആത്മാവിന്റെ ശക്തിയോടെ അവൻ സ്തോത്രം മടങ്ങി വരികയാണ്. ഞാൻ ഉപവസിക്കുന്നവർ നോക്കി പറയട്ടെ, ഉപവാസം ആരംഭിച്ചതുപോലെയല്ല ഉപവാസം കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങുന്നത്. ഉപവാസം ആരംഭിച്ചതുപോലെയല്ല നിങ്ങളുടെ ഉപവാസം അവസാനിക്കുന്നത്. വിത്ത് ദ പവർ ഓഫ് ദ സ്പിരിറ്റ് ഹി കെയിം ഫ്രം ദ വിൽഡർനെസ്. അവൻ മരുഭൂമിയിൽ ആത്മാവിന്റെ ശക്തിക്ക് സ്തോത്രം ശക്തിയോടെ അവൻ മടങ്ങി വന്നു. മത്തായി സുവിശേഷകൻ പറയുന്നു, സൗഖ്യമാക്കുന്ന ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. കർത്താവ് എഴുന്നേറ്റ് നിന്ന് യെശയ്യാ പ്രവചനം 61-ാം അധ്യായം അവന്റെ മുൻപിൽ തുറന്നു വെച്ചു. എടുത്തും വായനയും അറിയാവുന്ന കർത്താവിനെ കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. അവൻ നിലത്ത് എഴുതുക മാത്രമല്ല ചെയ്തത്. യെശയ്യാ പ്രവചനം 66 1 മുതൽ അവൻ വായിക്കുകയുണ്ടായി. എന്താണ്? സ്തോത്രം, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, സ്തോത്രം പ്രസംഗിപ്പാൻ, പീഡിതരെ വിടുവിച്ച് അയപ്പാനും. നോക്കിയേ 19-ാം വാക്യം, കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും. ടു പ്രീച്ച് ദ അക്സെപ്റ്റബിൾ ഇയർ ഓഫ് ദ ലോർഡ്. വേറെ ചില ട്രാൻസ്ലേഷൻ പറയുന്നു, ടു പ്രൊക്ലെയിം ദ ഇയർ ഓഫ് ദ ഫേവർ ഓഫ് ദ ലോർഡ്. അതെ, ദൈവത്തിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ. ദൈവത്തിന്റെ പ്രസാദ വർഷം. യെശയ്യാ പ്രവചനം 61 മുതൽ 3 വരെ നിങ്ങൾ വായിക്കുമ്പോൾ 9 കൂട്ടം കാര്യങ്ങളാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതിൽ 8-ാമത്തെ കാര്യമാണ് പ്രസാദ വർഷം. അതിൽ 9-ാമത്തെ കാര്യമാണ് പ്രതികാര ദിവസം. മനസ്സിലായ? റാമേൻ പറഞ്ഞാട്ടെ. ഒരു ദിവസത്തെക്കുറിച്ച് പറയുന്നു, അതിന് മുമ്പ് ഒരു വർഷത്തെക്കുറിച്ച് പറയുന്നു. ഒരു വർഷത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു ദിവസത്തെക്കുറിച്ച് പറയുന്നു. സ്തോത്രം, ഒരു വർഷം പ്രസാദ വർഷം. സ്തോത്രം, ഒരു ദിവസം പ്രതികാര ദിവസം. അതാണ് നിന്റെ ദൈവം. ദൈവത്തിൻ്റെ പ്രതികാരം ഒരു ദിവസത്തേക്കേ ഉള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ പ്രസാദമോ ഒരു വർഷത്തേക്കാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദൈവം അവൻ സ്നേഹത്തിൽ ഉന്നതനാണ്. അവൻ്റെ സ്നേഹം എത്ര ആഴമേറിയത്, എത്രയോ വലുത്. യിരെമ്യാ പ്രവചനം 31:3 ദൈവജനത്തെ നോക്കി പറഞ്ഞു, I have loved you with an everlasting love. നിത്യ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രസാദത്തിനായി കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. സ്തോത്രം. അതെ, യെശയ്യാ 61-ൽ 9 കൂട്ടം കാര്യമുണ്ടെങ്കിലും 8ആയപ്പോൾ കർത്താവ് പുസ്തകം അടച്ചു. 8ാമത്തെ കാര്യം വായിച്ചിട്ടൊക്കെ യേശു കർത്താവ് പുസ്തകം അടച്ചു. ഏത്? പ്രസാദ വർഷം പറഞ്ഞപ്പോൾ കർത്താവ് പുസ്തകം അടച്ചു. എന്താ കർത്താവ് പ്രതികാര ദിവസം പറയാത്തത്? നിങ്ങൾ ചെന്ന് ചോദിക്കുകയാണ്, കർത്താവ് എന്താ പ്രതികാര ദിവസം പറയാത്തത്? യേശു പറയും, ഇപ്രാവശ്യത്തെ എൻ്റെ വരവ് പ്രസാദം വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്.
എന്നാൽ വീണ്ടും ഞാൻ വരുമ്പോൾ ഐ എം ഗോയിങ് ടു ജഡ്ജ് ദ നേഷൻസ് ഓഫ് ദ വേൾഡ്. അതേ ലോകരാജ്യങ്ങളെ ഞാൻ ന്യായം വിധിക്കും. സുവിശേഷത്തെ നിഷേധിച്ച യേശുവിനെ സ്വീകരിക്കാത്തവർക്ക് വെള്ള സിംഹാസന ന്യായവിധി പിന്നെയാണ് വരുന്നത്. സ്തോത്രം. അതേ ന്യായവിധി പിന്നെയാണ്, പ്രതികാരം പിന്നെയാണ്. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സ്തോത്രം പ്രസാദ വർഷത്തിനാണ്. സോ എവരി 50 years വാഗ്ദത്ത ദേശത്ത് എല്ലാ സ്തോത്രം 50 വർഷവും യഹൂദന്മാരുടെ ഇടയിൽ ദ ഇയർ ഓഫ് ദ ഫേവർ ഓഫ് ദ ലോർഡ്, അല്ലെങ്കിൽ ദ ഇയർ ഓഫ് അക്സെപ്റ്റബിൾ ഇയർ ഓഫ് ദ ലോർഡ്. അതെ, ജൂബിലി വർഷം അവർ ആഘോഷിക്കാറുണ്ട്. ജൂബിലി വർഷം പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞു. ഇനി 50 വർഷത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ട. സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇതെല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞു. പഴയ നിയമത്തിലുള്ള സകല വാവുകൾ, സകല ഉത്സവങ്ങൾ, സകല പ്രധാനപ്പെട്ടതായ സകല കാര്യങ്ങളും കർത്താവ് കൊണ്ടുവന്നു കഴിഞ്ഞു. കർത്താവ് കൊണ്ടുവന്നു കഴിഞ്ഞത് കൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് പ്രസാദമാണ്. കമോൺ, എല്ലാ ദിവസവും നിങ്ങൾ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ ഫേവറിലാണ്. 21 ദിവസം ഉപവാസ പ്രാർത്ഥന മാത്രമല്ല, ഞായറാഴ്ച മാത്രമല്ല, എല്ലാ ദിവസവും സ്തോത്രം അതേ ദൈവത്തിൻ്റെ പ്രസാദമാണ്. ഞാൻ വായിച്ചിട്ടുണ്ട്, സ്മിത്ത് വിഗിൽസ്വർത്ത് എന്ന ദൈവത്തിൻ്റെ ദാസൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബെഡിന് ചുറ്റും ഓടി നടന്ന് ഇരു കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് പറയും, ഹേ, ഒരു ദിവസം കൂടെ ദൈവം തന്നിരിക്കുന്നു. ഇത് സൗഖ്യത്തിൻ്റെ ദിനമാണ്, ഇത് ആരോഗ്യത്തിൻ്റെ ദിനമാണ്, ഇത് അഭിഷേകത്തിൻ്റെ ദിനമാണ് എന്ന് പറഞ്ഞ് താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉല്ലസിക്കാറുണ്ട്. അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറ, ഇന്ന് ദൈവ പ്രസാദത്തിൻ്റെ വർഷമാണ്, ഇത് അഭിഷേകത്തിൻ്റെ ദിവസമാണ്. എല്ലാ ദിവസവും പറഞ്ഞ് ഇത് പ്രസാദത്തിൻ്റെ ദിവസമാണ്, ഇത് അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്, വാതിലുകൾ തുറക്കുന്ന അതേ ദിവസമാണ്, അവസരങ്ങൾ തരുന്ന ഓപ്പർച്യൂണിറ്റികൾ എന്നെ തേടി വരുന്ന ദിവസങ്ങളാണ്. ഞാൻ താഴ്ചയല്ല ഉയർച്ച പ്രാപിക്കുന്ന ദിവസങ്ങളാണ്. ശത്രുക്കളെ മുൻപിൽ മേശ ഒരുക്കുന്ന ദിവസമാണ്. ജയത്തിൻ്റെ കൊടിയെ ദൈവം എനിക്ക് വേണ്ടി ഉയർത്തുന്ന ദിവസങ്ങളാണ്. കാരണം കാലങ്ങളും സീസണും ദൈവത്തിൻ്റെതാണ്. രണ്ടുപേരെ തൊട്ട് പറഞ്ഞേ, കാലങ്ങൾ സമയങ്ങൾ ദൈവത്തിൻ്റെതാണ്. പെട്ടെന്ന് പറ, കാലങ്ങളും സമയങ്ങളും ദൈവത്തിൻ്റെതാണ്. കാലങ്ങളും സമയങ്ങളും ദൈവത്തിൻ്റെതാണ്. സോ ഇതിന് പല ആംഗിളിൽ നമുക്ക് പറയാൻ കഴിയും. സെക്കൻഡ് സർവീസ് പോലെ അല്ലായിരുന്നു തേർഡ് സർവീസ്. തേർഡ് സർവീസിന് കേട്ടതേ അല്ല ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. സ്തോത്രം. കേട്ടാട്ടെ. പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ടെങ്കിൽ ദൂതിൻ്റെ ആഴം വലുതായിരിക്കും, മഹത്വത്തിൻ്റെ ഉയരവും ഉന്നതമായിരിക്കും. കരങ്ങൾ അടിക്കുന്നെങ്കിൽ നന്നായി കരങ്ങൾ അടിച്ച് ആർക്കപ്പെട്ട കുഞ്ഞാടന് ഖമാൻ ശക്തിയോടെ മഹത്വം കൊടുത്തേ. കാലങ്ങൾ സമയങ്ങൾ ദൈവത്തിൻ്റെതാണ്. സോ പഴയ നിയമത്തിൽ ഭാഗമായി വിവിധമായി ദൈവമായ കർത്താവ് പ്രവർത്തിക്കുകയുണ്ടായി. പഴയ നിയമത്തിൽ വെളിപ്പെട്ടതായ യോബേൽ സംവത്സരത്തിൽ വെളിപ്പെട്ട സ്തോത്രം ചില കാര്യങ്ങളാണ്, ഓൾമോസ്റ്റ് 7 കാര്യങ്ങളാണ് ഇന്ന് രാത്രി നിങ്ങളുമായി എനിക്ക് പങ്കുവയ്പ്പാനുള്ളത്. കാരണം സ്തോത്രം ദൈവത്തിൻ്റെ സീസണിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ടൈമിങ്ങിൽ ജീവിക്കുമ്പോൾ, മഞ്ഞ് പൊതിയുന്നത് പോലെ മഴ പെയ്തിറങ്ങുന്നത് പോലെ, മഞ്ഞ് പൊതിയുന്നത് പോലെ മഴ പെയ്തിറങ്ങുന്നത് പോലെ ഈ 7 കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഡെയിലി നിങ്ങൾ അനുഭവിക്കാൻ വേണ്ടി പോകുകയാണ്. കാരണം വില്യം കേരി പറഞ്ഞു, ക്രിസ്ത്യൻ ലൈഫ് ഈസ് ആൻ എക്സ്പീരിയൻസ്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത്, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പ്രസംഗമല്ല, പ്രസംഗം കേൾക്കുന്നതല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അനുഭവമാണ്. യഹോവ നല്ലവനെന്ന് അനുഭവിച്ചറിയുന്ന അനുഭവമാണ് ക്രിസ്തീയ ജീവിതം. സോ കാലങ്ങൾ ദൈവത്തിൻ്റെതാണ്, സമയം ദൈവത്തിൻ്റെതാണ്. ദൈവത്തിൻ്റെ കൃപയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഫേവറിലായിരിക്കും നിങ്ങൾ ജീവിക്കുന്നത്. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നിന്റെ വീട്ടിലല്ല നിങ്ങൾ താമസിക്കുന്നത്, പകരം ദൈവത്തിൻ്റെ ഫേവറിലായിരിക്കും നിങ്ങൾ ജീവിക്കുന്നത്. ജൂബിലി ഇയർ, സ്തോത്രം. അതേ പ്രസാദ വർഷം, ദൈവത്തിൻ്റെ പ്രസാദത്തിലായിരിക്കും നിങ്ങൾ ജീവിക്കുന്നത്. സഹോദരി സഹോദരന്മാരെ, ജൂബിലി ബുക്കുകൾ ഞാൻ വായിക്കുമ്പോൾ, സ്തോത്രം തൽമൂദുകൾ പരിശോധിക്കുമ്പോൾ, ബൈബിൾ ഡിക്ഷണറികൾ നോക്കുമ്പോൾ, കമൻട്രീസ് നോക്കുമ്പോൾ, തിയോളജിയന്മാർ എഴുതി കൂട്ടിയതായ മാനുസ്ക്രിപ്റ്റുകൾ ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ, അവിടെ എല്ലായിടത്തും ദൈവകൃപയാൽ എനിക്ക് കാണുവാൻ കൊണ്ട് കഴിഞ്ഞത്, ദൈവം ചെയ്തതായ പ്രധാനപ്പെട്ടതായ സകല കാര്യങ്ങളും ദൈവം യോബേൽ സംവത്സരത്തിലാണ് ചെയ്തത്. സ്തോത്രം. ഒരിക്കൽ കൂടെ, ദൈവം ചെയ്ത പ്രധാനപ്പെട്ട സകല കാര്യങ്ങളും ദൈവം യോബേൽ സംവത്സരത്തിലാണ് ചെയ്തത്. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, ചെയ്യേണ്ട കാര്യം ഏതെങ്കിലും നേരത്ത് എങ്ങനെയെങ്കിലും ചെയ്യുന്നവനല്ല. ഒരിക്കൽ കൂടെ, ചെയ്യേണ്ട കാര്യം എങ്ങനെയെങ്കിലും ചെയ്യേണ്ടവനല്ല. സ്തോത്രം. ദൈവം ചെയ്യുന്നത് ചെയ്യേണ്ടത് പോലെ മാത്രമേ ദൈവം ചെയ്യത്തുള്ളൂ. ഹല്ലേലൂയ.
അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, അവൻ സകലതും നന്നായി ചെയ്തു. ഒരിക്കൽ കൂടെ അവൻ സകലതും നന്നായി ചെയ്തു. അവൻ ഊമനെ സംസാരിക്കുമാറാക്കുന്നു, അതേ ചെകിടനെ കേൾക്കുമാറാക്കുന്നു. ഇന്ന് രാത്രി അടഞ്ഞിരിക്കുന്ന മണ്ഡലങ്ങൾ തുറന്നു വരട്ടെ. ഇന്ന് രാത്രി വൈകല്യങ്ങൾ മാറിപ്പോകട്ടെ. അടഞ്ഞിരിക്കുന്ന ചെവികൾ തുറക്കട്ടെ, നാവുകൾ തുറക്കട്ടെ. അവൻ സകലതും നന്നായി ചെയ്യുന്നു. എപ്പോൾ സ്തോത്രം ചെയ്യേണ്ട നേരത്ത് അവൻ ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ തലമുറകളിൽ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ പട്ടണത്തിൽ എന്തെങ്കിലും ചെയ്യുവാനായി ദൈവം ഇറങ്ങി വരുമ്പോൾ ദൈവത്തിൻ്റെ കയ്യെ തടുക്കുവാൻ ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും ഒരു ഭൂതത്താനും ഒരിക്കലും കഴിയത്തില്ല. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും. Come on, take it in Jesus' name. ഇത് ചക്കയുടെയും മാങ്ങയുടെയും തേങ്ങയുടെയും സീസൺ അല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ദൈവത്തിൻ്റെ സീസണാണ്. ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്ക്. ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്ക്. ജൂബിലി ഇയർ വളരെ പ്രധാനപ്പെട്ട ഗാളി ടൈമിംഗ് ആണത്. ഇന്ന് രാവിലെ സെക്കൻഡ് സർവീസിൽ കയറുമ്പോൾ രമേശ് ആൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടാണ് കയറിയത്. അവരുടെയൊക്കെ കലണ്ടറുകളെ കർത്താവ് മറിക്കുന്നു, അവരുടെ വാച്ചുകളെ ദൈവം കറക്റ്റ് ചെയ്യുന്നു, അവരുടെയൊക്കെ കലണ്ടറുകളെ കർത്താവ് മറിക്കുന്നു. ഓ ഗ്ലോറി, ഐ സെൻസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. അവരുടെ കലണ്ടറുകളെ ദൈവം മറിക്കുന്നു, അവരുടെ വാച്ചുകളെ ദൈവം കറക്റ്റ് ചെയ്യുന്നു. അവരൊക്കെ ദൈവത്തിൻ്റെ ടൈമിങ്ങിലേക്ക്, ഗാളി ടൈമിങ്ങിലേക്ക് വർഷങ്ങളായി സ്റ്റക്കായി നിന്ന് ആരെയൊക്കെ ദൈവം തള്ളി 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 ദൈവത്തിൻ്റെ ടൈമിങ്ങിലേക്ക് കയറ്റുകയാണ്. Yes, 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 yes. Come on, people. You could feel that. You could feel that. You could feel that. Come on, കരങ്ങൾ അടിച്ച് ആരാധിച്ച് ഏറ്റെടുത്ത് in the name of Jesus. വർഷങ്ങളായി സ്റ്റക്കായി കിടന്ന മെഷീൻ പോലെയുള്ള നിന്റെ ജീവിതം ഇതാ എണ്ണയിട്ട യന്ത്രം പോലെ ചലിച്ചു തുടങ്ങിയാണ്. യെസ് 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 യെസ്. യേശുവിൻ്റെ നാമത്തിൽ ഇതാ ചലിച്ചു തുടങ്ങിയാണ്. ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ടതായ സകല പദ്ധതികളും ദൈവം ചെയ്തത് സ്തോത്രം ജൂബിലി വർഷത്തിലാണ്. മോഡേൺ സ്തോത്രം ഹിസ്റ്ററി പറഞ്ഞ് വചനത്തിലേക്ക് ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. ബേബി സ്തോത്രം ഒരു 3-4 അതേ സെഷൻ അല്ല, 7 പ്രസംഗങ്ങളാണ് ഇന്ന് രാത്രി സ്തോത്രം അതേ 45 മിനിറ്റ്സ് കൊണ്ട് എനിക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കുവാനുള്ളത്. മോഡേൺ ചരിത്രം പറയട്ടെ, 20-ാം നൂറ്റാണ്ടിൽ യോബേൽ സംവത്സരം ഉണ്ടായിരുന്നു. ഇന്നും യോബേൽ സംവത്സരമുണ്ട്. യഹൂദ കലണ്ടർ അനുസരിച്ച് സ്തോത്രം അതേ 2017 അതേ യോബേൽ സംവത്സരമായിരുന്നു. ആൾമോസ്റ്റ് 8 വർഷങ്ങൾക്ക് മുമ്പ് യോബേൽ സംവത്സരമായിരുന്നു അത്. ഞാൻ പറയാം, അതിനു മുൻപ് അതേ യോബേൽ സംവത്സരം എല്ലാം 50 വർഷവും യോബേൽ സംവത്സരമാണെങ്കിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ യോബേൽ സംവത്സരം 1917 ആണ്. 1917 ആയപ്പോഴേക്കും 1-ാം ലോകമഹായുദ്ധം ഇത് അവസാനിച്ചു. ലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു. സ്തോത്രം കേൾക്ക. പിശാച് തിന്മയ്ക്കായി ഒരു വേൾഡ് വാർ 1 അതേ 1-ാം ലോകമഹായുദ്ധം തിന്മയ്ക്കായി ചെയ്തു. ദൈവജനം കേൾക്കണം, തിന്മയ്ക്കായി ലോകത്തിൽ നടക്കുന്നത് ദൈവജനത്തിന് നന്മയ്ക്കായി കൂടി തീർക്കുന്നവനാണ് ദൈവം. 1-ാം ലോകമഹായുദ്ധം അവസാനിച്ചപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പറഞ്ഞു, ചിതറിപ്പാർക്കുന്ന ഒരു കൂട്ടം സ്തോത്രം ജനം നമ്മുടെ ഇടയിലുണ്ട്, ലോകത്തിൽ എല്ലായിടത്തുമുണ്ട്. അവൻ്റെ പേരാണ് യഹൂദൻ. തിരുവനന്തപുരത്ത് അവരുണ്ടായിരുന്നു, മട്ടാഞ്ചേരി ഉണ്ടായിരുന്നു, മാളയിൽ ഉണ്ടായിരുന്നു, ആന്ധ്രയുടെ ഗുണ്ടൂരിൽ ഉണ്ടായിരുന്നു. അങ്ങനെ സ്തോത്രം ചിതറിപ്പാർത്തതായ യഹൂദന്മാർ സ്വന്തം ദേശത്തിലേക്ക് അവർ മടങ്ങിപ്പോകട്ടെ, സ്വതന്ത്ര ഇസ്രായേലിലേക്ക് അവർ മടങ്ങിപ്പോകട്ടെ എന്ന് പറഞ്ഞ് അവരുടെ ഡിക്ലറേഷൻ ഉണ്ടാക്കി, ഒരു പ്രഖ്യാപനം ഉണ്ടാക്കി. കേൾക്ക്, AD 70 ശേഷം ദേവാലയം പൊളിഞ്ഞതിന് ശേഷമുള്ള ലോകത്തിലെ ആദ്യത്തെ ഡിക്ലറേഷൻ ആയിരുന്നു അത്. ചരിത്രം പഠിച്ചവർക്കറിയാം. സ്തോത്രം. അതിൻ്റെ പേരാണ് ബാൽഫോർ ഡിക്ലറേഷൻ. ബാൽഫോർ ഡിക്ലറേഷൻ ഉണ്ടാകുന്നത് ഒരു യോബേൽ സംവത്സരത്തിൽ ആണ്. ബാൽഫോർ ഡിക്ലറേഷൻ നിമിത്തമാണ് 1948 1948 എസെക്കിയേലിന്റെ പ്രവചനം അനുസരിച്ച് എക്സാക്ട്ലി സെയിം ഡേറ്റിൽ ബെൻഗൂറിയന്റെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ ഉണ്ടാകുന്നത്. സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ ഉണ്ടാകാൻ, മോഡേൺ രാജ്യമാകുന്ന ഇസ്രായേൽ ഉണ്ടാകാൻ കാരണമായത് സ്തോത്രം അതൊരു ഒരു യോബേൽ സംവത്സരത്തിലെ പ്രഖ്യാപനമായിരുന്നു. കേൾക്കട്ടെ, പാതാള ഗോപുരങ്ങൾ ഇന്ന് രാത്രി വരക്കട്ടെ, സഭ ഇന്ന് രാത്രി കേട്ട് ആനന്ദം കൊള്ളട്ടെ. ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട ദിവസത്തിൽ ദൈവം തൃക്കരം നീട്ടി ചെയ്യേണ്ടതുപോലെ നിനക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
50 വർഷം കൂടെ മുന്നോട്ട് പോയി. 1997 ഡിക്ലറേഷൻ അനുസരിച്ച് സ്തോത്രം ഇസ്രായേൽ രാജ്യമുണ്ടായെങ്കിൽ 50 വർഷം മുന്നോട്ട് പോയപ്പോൾ 1967 1967 6 ദിവസത്തെ യുദ്ധമുണ്ടായി. 13 രാജ്യങ്ങൾ തലങ്ങും വിലങ്ങുമായി ഇസ്രായേലിനെ ആക്രമിപ്പാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുമ്പോൾ within few hours മണിക്കൂർ കൊണ്ട് പപ്പട പൊടിയാക്കി അവനെ മിണ്ടാതാക്കി. ഹല്ലേലൂയ. കം ഓൺ. മലബാറിലിരിക്കുന്ന ഏതോ സ്തോത്രം അതെ ഡിജിറ്റൽ സ്ക്രീൻ മാന്തുന്നവനല്ല. സ്തോത്രം എൻ്റെ ദൈവം സ്വർഗാദി സ്വർഗത്തിൽ അടങ്ങാത്ത സർവശക്തനാണ് എൻ്റെ ദൈവം. 6 ദിവസം കൊണ്ട് 6 day war 6 ദിവസത്തെ യുദ്ധം കൊണ്ട് ഇസ്രായേൽ ചുട്ട മറുപടി കൊടുത്ത് തിരിച്ചടിച്ചു. ഇന്നും സ്തോത്രം ഇന്നും ലോകരാജ്യങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചു തീർന്നിട്ടില്ല. ഇത്ര വലിയൊരു അതേ ജയം എന്തുകൊണ്ടാണ് അവർക്കുണ്ടായത്? ഏത് വർഷത്തിൽ? ജൂബിലി ഇയറിൽ. കാരണം കാലങ്ങളും സമയങ്ങളും കലണ്ടർ ഉണ്ടാക്കിയവൻ്റെതല്ല, ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയ. ഇസ്രായേലിന് വലിയൊരു ജയം ദൈവം നൽകിയത് അതേ സ്തോത്രം ജൂബിലി ഇയറിലാണ്. അഗൈൻ 50 വർഷം മുന്നോട്ട് വന്നപ്പോൾ 1967 കഴിഞ്ഞിട്ട് 2017 അടുത്ത ജൂബിലി വർഷം. നമ്മളെല്ലാവരും ജീവനോടെ ഉണ്ട്. 45ാം അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ജെ ട്രംപ് അതേ സ്തോത്രം അമേരിക്ക ഭരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം 47ാമത്തെ പ്രസിഡന്റാണ്. അന്ന് അദ്ദേഹം 45ാമത്തെ പ്രസിഡന്റാണ്. അക്കാലത്ത് സ്തോത്രം നിങ്ങൾ ഒരു പക്ഷേ വിമൻ സെന്ററിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ ഒക്കെ വന്ന് മീറ്റിംഗ് കേട്ടെങ്കിൽ ബ്രദർ സുരേഷ് ബാബു ഇങ്ങനെ പ്രസംഗിച്ചു, ഇത് ജൂബിലി ഇയർ ആണ്. ഏതാണ്ട് ദൈവം ചെയ്യുന്നുണ്ട്. സ്തോത്രം. ഇന്ത്യയിൽ 19 സംസ്ഥാനങ്ങൾ ഓടി നടന്ന് ഞാൻ പറഞ്ഞു ജൂബിലി ഇയർ ആണ്, എന്തെങ്കിലും ദൈവം ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഒരു പാസ്റ്റേഴ്സ് കോൺഫറൻസ് കഴിഞ്ഞ് ഈവനിങ് 7:30 ഞാൻ ഇന്നത്തെ പോലെ ഓർക്കുന്നു. ആ ഹോൾട്ടർ റൂമിൽ ഇരുന്ന് എൻ്റെ ലാപ്ടോപ്പ് തുറന്ന് പെട്ടെന്ന് എനിക്കൊരു ഇംപ്രഷൻ തോന്നി. സ്തോത്രം. അതേ വൈറ്റ് ഹൗസ് ലൈവ് കാണണമെന്ന്. സ്തോത്രം. ഞാനൊരു ന്യൂസ് അഡിക്ഷൻ്റെ മനുഷ്യനല്ല. സ്തോത്രം. എനിക്ക് ടൈമും കിട്ടാറില്ല. അതേ വാഷിംഗ്ടൺ DC അല്ലെങ്കിൽ വൈറ്റ് ഹൗസ് ലൈവ് അടിക്കുമ്പോൾ അത് വൈറ്റ് ഹൗസ് ആണ്. പ്രസിഡന്റ് ഡെസ്ക് ഉണ്ട്. 100,000 സ്തോത്രം 100 കണക്കിന് പത്രപ്രവർത്തകര്, TV ക്യാമറകളൊക്കെ, പ്രസ് മുഴുവൻ അവിടെ ഉണ്ട്. സ്തോത്രം. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് കേൾക്കുന്നു. ഗ്ലോറി ഗ്ലോറി ഹല്ലേലൂയ. Glory, glory, hallelujah. Glory, glory, hallelujah. His troop is marching on. Glory, glory, hallelujah. Glory, glory, hallelujah. Glory, glory, hallelujah. His troop is marching on. Come on. Glory, glory, hallelujah. Glory, glory, hallelujah. Glory, glory, hallelujah. His troop is marching on. ആ മ്യൂസിക് തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ഇതാ വരുന്നു 45ാമത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപ്. അദ്ദേഹം മുന്നിലേക്ക് കടന്നു വന്ന് അദ്ദേഹം പറഞ്ഞു, ഈ രാജ്യത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത നമ്മുടെ കൂട്ട് സഹോദരങ്ങളാണ് ജൂയിഷ് പീപ്പിൾ, യഹൂദന്മാർ, സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ. സ്തോത്രം. അതെ നമ്മുടെ കൂടെ നിൽക്കുന്ന സഹോദരങ്ങളാണ്. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, 45ാമത്തെ പ്രസിഡന്റായി ഞാൻ ഈ സ്ഥാനത്ത് ആയിരിക്കുന്ന ഈ ദിവസം ഇസ്രായേൽ രാജ്യത്തിന് യെരുശലേം അവരെ ക്യാപിറ്റലായി ഞാൻ റെക്കഗ്നൈസ് ചെയ്യുന്നു. 2000 വർഷമായി യഹൂദന് നഷ്ടപ്പെട്ടതായ യെരുശലേം അവർക്ക് തിരികെ കൊടുത്തത് ഒരു യോവേൽ സംവത്സരത്തിലാണ്.
ഒരു യോവേൽ സംവത്സരത്തിൽ അവരെ രാജ്യം സ്ഥാപിപ്പാൻ തക്കോണം. സ്തോത്രം. അതേ ബാൽഫോർ ഡിക്ലറേഷൻ ഉണ്ടായി. ഒരു യോവേൽ സംവത്സരത്തിൽ അവരെ ശത്രുവിനെ യംബെ പരാജയപ്പെടുത്തുവാൻ ദൈവം അവരെ ബലപ്പെടുത്തി. ഓ യെരൂശലേമിനെ ഞാൻ മറന്നു പോകുന്നെങ്കിൽ എൻ്റെ വലത് കൈ മറന്നു പോകട്ടെ എന്ന് ചക്രവർത്തിയായ ദാവീദ് പറഞ്ഞു എങ്കിൽ നഷ്ടപ്പെട്ടതായ യെരൂശലേം അവർക്ക് തിരികെ ലഭിച്ചത് യോവേൽ സംവത്സരത്തിലാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കാലങ്ങളും സമയങ്ങളും സ്തോത്രം നിന്റെ കലണ്ടറിൻ്റെതല്ല, പകരം തത്ത കൂട്ടിലിട്ട് നടക്കുന്നതായ മറ്റേ തമിഴ്നാടിലെ കൈനോട്ടക്കാരി അക്കൻ്റെതല്ല, ആ ചേച്ചിയുടേതല്ല. കാലങ്ങളും സമയങ്ങളും നിന്റെ തലയിലെ രോമങ്ങൾ എണ്ണി അറിഞ്ഞിരിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെതത്രേ കാലങ്ങളും സമയങ്ങളും. ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സകല കാര്യങ്ങളും ദൈവം ചെയ്തത് ഏതോ നേരത്തല്ല. ഈ വേദപുസ്തകത്തിന്റെ സകല കാര്യങ്ങളും ദൈവം ചെയ്തത് യോവേൽ സംവത്സരത്തിലാണ്. ബാക്കിയുള്ളവരെ വീട്ടിൽ പോയി ഹോംവർക്ക് ചെയ്ത് വായിച്ചു നോക്കിയാട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. നമ്പർ 1, ഒന്നാമതായി യോവേൽ സംവത്സരം നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ, ദൈവത്തിന്റെ കാലവും സമയവും നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ, നീ ശിക്ഷയിൽ നിന്ന് രക്ഷയിലേക്ക് മടങ്ങ്. നീ ശിക്ഷയിൽ നിന്ന് രക്ഷയിലേക്ക് മടങ്ങ്. രക്ഷിക്കപ്പെട്ടവർ ആർപ്പിട്ട് ആമേൻ പറഞ്ഞാട്ടെ. അതേ സ്തോത്രം. അതേ യോവേൽ സംവത്സരം അഥവാ കാലങ്ങളും സമയവും, ദൈവത്തിന്റെ കാലവും സമയവും നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ശിക്ഷ നീങ്ങുന്നു, പകരം രക്ഷയിലേക്ക് വരുന്നു. എങ്ങനെ പറവാൻ തക്കവണ്ണം കഴിയും? ഉൽപ്പത്തി പുസ്തകം 7-8 അധ്യായങ്ങൾ, പ്രധാനമായി 8-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ ആഴ്ചകൾ മാസങ്ങൾ എങ്ങുമെത്താതെ ഉഴറി നടന്ന ഒരു പെട്ടകമായിരുന്നു നോഹയുടെ പെട്ടകം. എങ്ങുമേ എത്തുന്നില്ല, വെള്ളത്തിന് മുകളിൽ അത് ഫ്ലോട്ട് ചെയ്ത് നടക്കുകയാണ്. എന്നാൽ ഈ രാത്രി ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ടൈറ്റാനിക് താഴോട്ടാണ് പോയത്, എന്നാൽ ഉലഞ്ഞുലഞ്ഞ് നോഹയുടെ പെട്ടകം മേലേക്കാണ് പോയത്. യെസ്, ദൈവമുള്ളവന് ഉലച്ചിലുണ്ടാകും, ദൈവമുള്ളവൾക്ക് ഉലച്ചിലുണ്ടാകും. പക്ഷേ ദൈവമുള്ളവർ ഉലഞ്ഞാലും നീ പോകുന്നത് താഴേക്കായിരിക്കത്തില്ല, മേലേക്കായിരിക്കും. ഹല്ലേലൂയ. വേദപുസ്തകത്തിന്റെ ക്രോണോളജി അനുസരിച്ച്, വേദപുസ്തകത്തിന്റെ കാലവിവര പട്ടിക അനുസരിച്ച് അരരാത്ത് പർവ്വതത്തിന്റെ ഉയരത്തിൽ നോഹയുടെ പെട്ടകം ഉറച്ചത് അതേ ജൂബിലി സംവത്സരത്തിലാണ്. ദൈവത്തിന്റെ പ്രസാദ വർഷത്തിലാണ് നോഹയുടെ പെട്ടകം അതേ ആ കൊടുമുടിയുടെ ഉയരത്തിൽ ഉറച്ചത്. ശ്രദ്ധിച്ച് കേട്ടാട്ടെ. പ്രോബ്ലം വരുന്നതിന് മുൻപ്, വെള്ളപ്പൊക്കം എന്ന പ്രശ്നം വരുന്നതിന് മുൻപ് അതങ്ങ് ദൂരെ സ്തോത്രം സമനിലത്തിലായിരുന്നു. എന്നാൽ പ്രശ്നം കഴിഞ്ഞപ്പോൾ അത് താഴെയല്ല, പ്രശ്നം കഴിഞ്ഞപ്പോൾ അത് പർവ്വതത്തിന് മുകളിലാണ്. ആരോടാണ് ഞാൻ പറയുന്നത്? ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിന്റെ പ്രശ്നത്തിന് മുൻപ്, ഓ കം ഓൺ, നിന്റെ പ്രശ്നത്തിന് മുൻപ് നീ താഴെയാണ്. പക്ഷേ യേശുവിന്റെ നാമത്തിൽ സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിവുള്ള ഒരു കാര്യം ദൈവം നിന്റെ ജീവിതത്തിൽ നൽകുന്നു. നീ ഉയരങ്ങളിൽ ഉറയ്ക്കുവാൻ പോകുന്നു. നീ ഉയരങ്ങളിൽ ഉറയ്ക്കുവാൻ പോകുന്നു. നിനക്കെതിരെ പുറപ്പെട്ടിരിക്കുന്ന തന്ത്രങ്ങളെ തകർക്കുന്നു. നീ രാത്രി ശിക്ഷാവിധികളെ കർത്താവ് ബ്രേക്ക് ചെയ്യുന്നു. ഒരു മനുഷ്യന് നിന്റെ നേരെ വിരൽ ചൂണ്ടുവാൻ കഴിയത്തില്ല, ഒരു മനുഷ്യനെ നിന്നെ ശിക്ഷിപ്പാൻ കഴിയത്തില്ല. കാരണം നിന്റെ ശിക്ഷയെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ കുഞ്ഞാട് സ്വന്തം ജീവിതത്തിൽ ഏറ്റെടുത്തതുകൊണ്ട് ഫ്രീഡം, ഫ്രീഡം, ടോട്ടൽ ഫ്രീഡം. ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ കരങ്ങളിൽ അടിച്ച് സ്തോത്രം ചെയ്തേ. ന്യായവിധി എന്ന നോഹയുടെ വെള്ളത്തിൽ നിന്ന് സ്തോത്രം ആ പെട്ടകം ഉയരങ്ങളിൽ ഉറച്ചത് സഹോദരി സഹോദരന്മാരെ ഒരു യോവേൽ സംവത്സരത്തിലായിരുന്നു. നമ്പർ 1, ശിക്ഷകൾ മാറിപ്പോകുന്നത്. കൃപയാൽ നീ രക്ഷിക്കപ്പെടുന്നതാണ് പ്രസാദ വർഷം നൽകുന്ന ഒന്നാമത്തെ അനുഗ്രഹം. 500 സംവത്സരം വീണ്ടും മുന്നിലേക്ക് കടന്നു പോകുമ്പോൾ തിരുവചനം പറയുന്നു, കൽദയുടെ ഊരിൽ നിന്ന് ദൈവം ഒരുവനെ വിളിക്കുകയുണ്ടായി. വളരെ ശ്രദ്ധിക്കുക. 50 വർഷമാണ് സ്തോത്രം, 50 വർഷമാണ് ഒരു യോവേൽ സംവത്സരം. ഇനി ഞാൻ പറയാൻ പോകുന്നതായ സകല സംഭവങ്ങളും 500 വർഷം 500 വർഷം 500 വർഷം ഇന്റർവെല്ലിലായിരിക്കും. സ്തോത്രം. 500 വർഷം ഇന്റർവെല്ലാണ് ബാക്കിയുള്ള സകല കാര്യങ്ങൾ നടക്കുന്നത്. ഈ ടൈം എവിടെ നിന്നാണ് ആരംഭിച്ചത്? ആദാമിന്റെ വീഴ്ച തുടങ്ങിയാണ് സമയമുള്ളത്. കാരണം ഗ്ലോറിയിൽ ടൈം ഇല്ല. ഗ്ലോറിയിൽ ടൈം ഇല്ല. മഹത്വത്തിൽ ജീവിച്ചാൽ നിന്റെ പ്രായം കണ്ടാൽ തിരിച്ചറിയത്തില്ലെന്ന്.
മഹത്വത്തിൽ ജീവിക്കുന്നവൻ പഴകുന്നില്ലെന്ന്, മഹത്വത്തിൽ ജീവിക്കുന്നവൻ സ്തോത്രം അതേ പുഴുക്കുന്നില്ലെന്ന് യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. മഹത്വത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവർ ശക്തിയോടെ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്ക്. ഏറ്റവും ബെസ്റ്റ് ബ്യൂട്ടി പാർലർ അതേ ബേക്കർ ജംഗ്ഷന്റെ അണ്ടർപാസിലല്ല, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ മഹത്വമാണ്. ഹല്ലേലൂയ. സ്തോത്രം. തിരുവചനം പറയുന്നു തുടർന്നുള്ളതായ സകല ഇമ്പോർട്ടൻ്റ് ഈവൻസുകളും നടക്കുന്നത് സ്തോത്രം അതേ എല്ലാ ജൂബിലി ഇയർ 500 ഇയേഴ്സ് അതേ ഗ്യാപ്പിലാണ്. ഒരു യോബേൽ സംവത്സരം 50 വർഷം. 10 യോബേൽ സംവത്സരം നിമിത്തമാണ് നടക്കുന്നത്. 49-ാം യോബേൽ സംവത്സരത്തിലാണ് നോഹയുടെ പെട്ടകം അതേ പർവ്വതത്തിൽ ഉറച്ചത്. 49-ാം യോബേൽ സംവത്സരത്തിലാണ് അതേ നോഹയുടെ പെട്ടകം പർവ്വതത്തിന് മുകളിൽ ഉറച്ചത്. ഒരു ബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ വരച്ച് നോട്ട്സ് ഒക്കെ എടുത്ത് നമുക്ക് പോകാമായിരുന്നു. പക്ഷേ യു ഹാവ് ടു ബിലീവ് ഇറ്റ്. ബാക്കിയുള്ളവർ സ്തോത്രം ഗൂഗിളിൽ പോയി ജൂബിലി ബുക്സ് സെർച്ച് ചെയ്താട്ടെ, bible.com നോക്കിയാട്ടെ, bibledictionary.com നോക്കിയാട്ടെ, ലോഗോസ് ബൈബിൾ സോഫ്റ്റ്വെയർ എന്നെ പോലെ പൈസ കൊടുത്ത് മേടിച്ച് നോക്കിയാട്ടെ, നിങ്ങൾക്ക് കാണുവാൻ തൊക്കെ കഴിയും. ഇത് സ്തോത്രം എങ്ങനെയെങ്കിലും ചെയ്യുന്ന പുസ്തകമല്ല. ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട നേരത്തിൽ ചെയ്യേണ്ടത് പോലെ ചെയ്ത് തികയ്ക്കുന്ന പുസ്തകമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ടൈം കൃത്യമാണ്, ദൈവത്തിൻ്റെ വർക്ക് പെർഫെക്റ്റ് ആണ്. ഓ കമാണ് ഒരിക്കൽ കൂടെ. ദൈവത്തിൻ്റെ ടൈം കൃത്യമാണ്, ദൈവത്തിൻ്റെ വർക്ക് പെർഫെക്റ്റ് ആണ്. ദൈവത്തിൻ്റെ ടൈം കൃത്യമാണ്. ഐ പ്രൊഫസൈ ഇൻ ജീസസ് നെയിം. ദൈവത്തിൻ്റെ ടൈം ഈ കുടുംബങ്ങൾക്ക്, ഈ വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ ടൈം കൃത്യമാണ്. ദൈവത്തിൻ്റെ വർക്ക് പെർഫെക്റ്റ് ആണ്. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. പന്നപിശാച് നിന്റെ വൃത്തികെട്ട കരത്തെ ഈ ജനത്തിൽ നിന്ന് എടുത്തു മാറ്റ്. ഇതാ ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും. ദൈവത്തിന്റെ ടൈം കൃത്യമാണ്, ദൈവത്തിന്റെ വർക്ക് പെർഫെക്റ്റ് ആണ്. 49-ാം യോബേൽ സംവത്സരത്തിൽ മനുഷ്യന്റെ സ്തോത്രം അതേ മനുഷ്യ കുലത്തിന്റെ 49-ാം സംവത്സരം യോബേൽ സംവത്സരത്തിൽ അതേ നോഹയുടെ പെട്ടകം അരരാത്ത് പർവ്വതത്തിന് മുകളിൽ അതേ ഉറക്കുകയുണ്ടായി. ജനം തല കുനിഞ്ഞു നോക്കിയില്ല, തല ഉയർത്തി നോക്കി. അവിടെ നിന്ന് 500 വർഷം വീണ്ടും മുന്നിലേക്ക് പോകുമ്പോൾ സ്തോത്രം 59-ാം യോബേൽ സംവത്സരത്തിൽ മേ ബി അടുത്ത സ്തോത്രം ഞാൻ ചിലപ്പോൾ അത് മിസ് ചെയ്യും. പക്ഷെ മനസ്സിലാക്കുക, എവരി 500 ഇയേഴ്സ് എല്ലാ 10 യോബേൽ സംവത്സരം കഴിയുമ്പോൾ എന്തേലും കാര്യമുണ്ട്. 10 യോബേൽ സംവത്സരം കഴിഞ്ഞപ്പോൾ കൽദേര ഊരിൽ നിന്ന് ഒരുവനെ ദൈവം വിളിച്ചു. കൽദേര ഊരിൽ നിന്ന് ഒരുവനെ ദൈവം വിളിച്ചു. മെസൊപ്പൊത്താമിയയിൽ തേജോമയനായ ദൈവം ഒരുവന് പ്രത്യക്ഷനായി. സ്തെഫാനോസ് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ദ ഗോഡ് ഓഫ് ഗ്ലോറി, തേജോമയനായ ദൈവം ഒരുവന് പ്രത്യക്ഷനായി. ദൈവം ഈ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന ഒരുവന് പ്രത്യക്ഷനായാൽ നാട്ടുകാർ കുറച്ചുപേർ അറിയുക തന്നെ ചെയ്യും. നാട്ടുകാർ ചിലർ അറിയുക തന്നെ ചെയ്യും. രാത്രി നിന്റെ വിടുതൽ മറ്റുള്ളവർ അറിയട്ടെ, നിന്റെ സ്നാനം മറ്റുള്ളവർ അറിയട്ടെ, നിന്റെ ആരാധന മറ്റുള്ളവർ അറിയട്ടെ. നിന്റെ വിടുതൽ നിന്നിൽ മാത്രം ഒതുങ്ങുകയില്ല. നിന്നെ തൊട്ട കർത്താവ് നിന്നിലൂടെ വേറെയും പലരെ വിടിവിപ്പാൻ വേണ്ടി പോകുന്നു. നീ ഒരു ഭാരമാണ്. നിന്നിലൂടെ ആയിരങ്ങൾ ദൈവരാജ്യത്തിലേക്ക്, ദൈവസഭയിലേക്ക് ദൈവകൃപയാൽ കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. വേദപുസ്തകം പറയുന്നു, സ്തോത്രം അതേ അബ്രാമിന് തേജോമയനായ ദൈവം പ്രത്യക്ഷനായി. സ്തോത്രം. ദൈവം അവനെ വിളിച്ചു, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും എന്ന് പറഞ്ഞു. ഏത് വർഷമാണ്? യോബേൽ സംവത്സരമാണ്. എന്നാൽ സ്തോത്രം അന്ന് വേണമെങ്കിൽ ആർക്കെങ്കിലും പറയാമായിരുന്നു, കുറച്ചുകൂടെ ആരോഗ്യമുള്ള, കുറച്ചുകൂടെ ചെറുപ്പമുള്ള, കുറച്ചുകൂടെ ത്രാണിയുള്ള, കുറച്ചുകൂടെ ബലമുള്ള വേറൊരുവനെ തിരഞ്ഞെടുത്താൽ പോരെ. എന്നാൽ ദൈവം പറയും, നോ, ബലമുള്ളതിനെ ഞാൻ ലജ്ജിപ്പിപ്പാൻ ഞാൻ ബലഹീനമായതിനെ തിരഞ്ഞെടുത്ത്. കാരണം ഒരുത്തനും അവനിൽ പ്രശംസിക്കാതിരിപ്പാൻ. പ്രശംസിക്കുന്നവൻ ഇന്ന് രാത്രിയിലും കർത്താവിൽ പ്രശംസിക്കട്ടെ. കമോൺ, പ്രശംസിക്കുന്നവൻ ഇന്ന് രാത്രിയിലും കർത്താവിൽ പ്രശംസിക്കട്ടെ. എൻ്റെ മസിൽ പവർ എന്നല്ല, എൻ്റെ കരുത്തെന്നല്ല, പകരം എൻ്റെ ദൈവത്തിന് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. 99% ദൈവവും 1% ഞാനുമെന്നല്ല, പകരം 100-നും 100% ഞാനല്ല. എൻ്റെ കർത്താവേ എന്ന് പറയുവാൻ അബ്രാമിന് ദൈവം തിരഞ്ഞെടുത്ത്. എൻ്റെ മക്കൾക്കുണ്ടാകാൻ സാധ്യതയില്ല. എന്നാൽ ദൈവമായ കർത്താവ് അവനെ വിളിച്ച് സ്തോത്രം ഒരു കവനന്ത് നൽകി. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം. അബ്രഹാമിനെ ഇതാ ഗാഢ നിദ്ര വന്നു. മീനിങ് സ്ലെയിൻ ഇൻ ദ സ്പിരിറ്റ്. ഗാഢ നിദ്ര വന്ന്, കമാൻ, നിങ്ങൾ കേട്ട് സ്തോത്രം പറഞ്ഞില്ല. അബ്രഹാമിന് ഗാഢ നിദ്ര വന്നു. അത് ആരാധനയിലെ ആലസ്യമല്ല ഞാൻ പറയുന്നത്, മഹത്വത്തിൽ വരുന്നതായ ആത്മസാന്നിധ്യത്തിൽ
സ്തോത്രം. ഇതാ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അബ്രഹാമിന് ഒരു കുഞ്ഞു പോലുമില്ല. അപ്പോൾ അബ്രഹാമിന് ഒരു കുഞ്ഞു പോലുമില്ല. ഒരിക്കൽ കൂടെ, അപ്പോൾ അബ്രഹാമിന് ഒരു കുഞ്ഞുമില്ല. പക്ഷെ അന്നേക്ക് 500 സംവത്സരം കഴിഞ്ഞിട്ടുള്ള കാര്യം ദൈവം പ്രവചിക്കുകയാണ്. ഇപ്പോൾ നിനക്കൊണ്ടോണ്ട് ബോയുമില്ല, ഗേളുമില്ല, ഇപ്പോൾ ഒരു കുട്ടിയുമില്ല. പക്ഷെ 500 സംവത്സരം കഴിഞ്ഞിട്ട് ദൈവം പറഞ്ഞു 30 ലക്ഷത്തിന്റെ പുറപ്പാടിന്റെ ദൂത് ഞാൻ നിനക്ക് കൈമാറുകയാണ്. ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ടതുപോലെ ചെയ്യുന്നവനാണ് ദൈവം. ഇന്ന് രാത്രി സാധ്യതയില്ലെന്ന് പറയുന്നിടത്ത് ദൈവം പലത് ആരംഭിക്കുകയാണ്. എവിടെയാണോ തീർന്നെന്ന് പറയുന്നത്, ഇന്ന് രാത്രി അതിൻ്റെ ഉദ്ഘാടനമാണ് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെ അടഞ്ഞെന്ന് പറയുന്നു അത് തുറക്കുന്നു. എവിടെ ചത്തുകിടക്കുന്നെന്ന് പറയുന്നു അത് ജീവൻ പ്രാപിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട് സ്തോത്രം. സോ അബ്രാമിനെ ദൈവമായ കർത്താവ് സ്തോത്രം അബ്രഹാമാക്കി തീർത്ത് അവന് മക്കൾ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത സ്ഥാനത്ത് ഒരു കുഞ്ഞാക്കുന്ന ഇസ്ഹാക്കിനെ കൊടുത്ത് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ കടൽക്കരയിലെ മണർത്തരികളെ പോലെ അവന് സന്താനം നൽകി. ഒന്ന് വിടുതലായിരുന്നു യോബേൽ സമരത്തിൽ വെളിപ്പെട്ടതെങ്കിൽ രണ്ടാമതായി ദൈവം കൊടുത്തത് വിശ്വാസമാണ്. അടുത്തിരിക്കുന്നവർക്ക് ഹൈഫൈ കൊടുത്ത് പറ വിശ്വാസം. വിശ്വാസം. നീ തകർന്നു പോകാത്തത് വിശ്വാസത്താൽ, നീ ജയിക്കുന്നത് വിശ്വാസത്താൽ, നീ ജീവിക്കുന്നത് വിശ്വാസത്താൽ. ബ്രദർ സുരേഷ് ബാബുവിന്റെ ജീവിതത്തിൽ ഒന്നാമത്തെ പ്രസംഗം പറയട്ടെ. ഹബക്കൂക്ക് 2:4, റോമർ 1:17, ഗലാത്യർ 3:11, എബ്രായർ 10:38. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. Come on, talk to me. ഒരിക്കൽ കൂടെ, എൻ്റെ നീതിമാൻ ബാങ്ക് അക്കൗണ്ടിനാലല്ല, KSF ചിട്ടിയാലല്ല, അതേ പെൻഷനാലല്ല, ശമ്പളത്താലല്ല, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുക. വിശ്വാസമുണ്ടോ നീ പൊളിയത്തില്ല. മറ്റുള്ളവർ മുങ്ങിയെടുത്ത് നീ പൊങ്ങും. മറ്റുള്ളവർ തകർന്നെടുത്ത് നീ പണിയപ്പെടും. മറ്റുള്ളവർ തല കുനിഞ്ഞെടുത്ത് നിന്റെ തല ഉയരും. വിശ്വാസമാണ് നിന്നെ നിർത്തുന്നത്. സൽവേഷൻ ആർമിയുടെ സ്ഥാപക നേതാവാകുന്നതായ സ്തോത്രം അതെ വില്യം ബൂത്ത് ഇംഗ്ലണ്ടിനെ ഇളക്കി മറിച്ചതായ ശക്തമായ ഉണർവ് തന്നിലൂടെ ദൈവമായി കർത്താവ് ചെയ്യുകയുണ്ടായി. വില്യം ബൂത്തിനെ ദൈവം അതിശക്തമായി ഇംഗ്ലണ്ടിൽ ആത്മീയ ഉണർവിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, വില്യം ബൂത്ത്, ഞാൻ നിന്നെ അയർലൻഡിലേക്ക് അയച്ചിരിക്കുന്നു. കപ്പൽ കയറുക, അയർലൻഡിലേക്ക് പോകുക. നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്റെ കൂടെ കടന്നു വരുന്നുണ്ട്. ഇംഗ്ലണ്ടിൽ കണ്ടതിനേക്കാൾ ബാക്കി നീ അയർലൻഡിൽ കാണുവാൻ വേണ്ടി പോകുന്നു. അതേ വില്യം ബൂത്തെ കപ്പലിൽ കയറി കപ്പലിതാ മുന്നോട്ട് പോകുകയാണ്. പെട്ടെന്ന് ഏതാണ്ട് സംഭവിച്ച് കപ്പലിന്റെ അടിത്തട്ട് വിണ്ടു കീറി വെള്ളം അതിൽ നിറയാൻ തുടങ്ങി. ക്യാപ്റ്റൻ പറഞ്ഞു, വി ആർ ഗോയിങ് ടു ഡ്രൗൺ, നമ്മളിതാ മുങ്ങാൻ പോകുന്നു. പക്ഷെ വില്യം ബൂത്ത് ചാടി എഴുന്നേറ്റ് പറഞ്ഞു, നോ, ഞാൻ ഈ കപ്പലിലുള്ളത് കൊണ്ട്, എൻ്റെ ദൈവം കൂടെ വന്നതുകൊണ്ട് നമ്മൾ മുങ്ങാത്തില്ല. നോവേ, നോവേ. കാരണം എൻ്റെ ദൈവം വിളച്ചിറക്കി മുക്കുന്നവനല്ല, എന്നെ എത്തേണ്ടടുത്ത് എത്തിക്കുന്നവനാണ് എൻ്റെ ദൈവം. വിശ്വാസമുണ്ടോ? എന്നെ ദൈവം വിളിച്ചിറക്കി നാണം കെടുത്തുന്നവനല്ല, നിന്നെ വിളിച്ചിറക്കി നാണം കെടുത്തുന്നവനല്ല. എത്തേണ്ട ക്രമത്തിൽ, എത്തേണ്ട ഇടത്ത്, എത്തേണ്ട സമയത്ത് എത്തിക്കുന്നവനാണ് ദൈവം. ക്യാപ്റ്റൻ ചോദിച്ചു, വാട്ട് ആർ യു സേയിങ്? നീ എന്താ പറയുന്നത്? ഇതാ അടിത്തട്ട് വിണ്ടു കയറി വെള്ളം കയറുകയാണ്. അദ്ദേഹം തിരിച്ചു പറഞ്ഞു, അറിയാതെ തുറന്നതെല്ലാം അറിയാതെ അടയും, അറിയാതെ തുറന്നതെല്ലാം അറിയാതെ അടയും, അറിയാതെ തുറന്നതെല്ലാം അറിയാതെ അടയും. നമ്മൾ എത്തേണ്ടടുത്ത് എത്തുകയും ചെയ്യും. അവർ സംസാരിച്ചു നിൽക്കുമ്പോൾ ഒരു കടൽ പന്നി വന്ന് ഇടിച്ചു കയറി ആ തുറന്ന ദ്വാരം അടഞ്ഞ്. ഇന്ന് രാത്രി വളരെ ശ്രദ്ധിക്കുക, വില്യം ബൂത്ത് കടൽ പന്നിയെ വളർത്തിയില്ല. ഇന്ന് രാത്രി തുറന്നതെല്ലാം അറിയാതെ തുറന്നതെല്ലാം come on, come on, your help is on the way. നിന്റെ സഹായം വന്നുകൊണ്ടിരിക്കുന്നു, നിന്റെ സഹായം വന്നുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. മറ്റുള്ളവർക്കുണ്ടായ അനർത്ഥം നിന്റെ വീടിന് വരികയില്ല. മറ്റു കുട്ടികളെ തകർത്തതായ ഭൂതം നിന്റെ തലമുറയെ തൊടുകയില്ല. ഓ ഇൻ ജീസസ് നെയിം. മറ്റുള്ളവർ പൊളിഞ്ഞ പോരാട്ടം നിന്റെ മുൻപിൽ തകരും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. Come on, വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുത്തേ. കാലങ്ങളും സമയങ്ങളും
യോബേൽ സംവത്സരത്തിൽ വെളിപ്പെടുന്നതാണ്. സ്തോത്രം, അതേ വിശ്വാസം. ഒന്ന് രക്ഷിക്കപ്പെട്ടെങ്കിൽ രണ്ടാമത് നിന്നിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് വിശ്വാസം. സ്തോത്രം. ചാരാച്ചിറ ചെന്നാൽ TPM കാർ എഴുതി വച്ചിട്ടുണ്ട് വിശ്വാസ ഭവനം. ഗുഡ്, നല്ല കാര്യം. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. പക്ഷെ യേശുവിൽ വിശ്വസിച്ച് ഏത് വീട്ടിൽ നീ താമസിച്ചാലും, അത് സ്വന്തം വീടാണെങ്കിലും വാടക വീടാണെങ്കിലും, ആ വീടിന്റെ പേര് വിശ്വാസ വീടാണ്. വിശ്വാസി പാർക്കുന്നത് എവിടെയായാലും അത് വിശ്വാസ ഭവനമാണ്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, കലത്തിന് മാവ് കുറയുകയില്ല, ഭരണിയിലെ എണ്ണ തീർന്നു പോകുകയില്ല. ഓ ഹല്ലേലൂയ. നിന്നുപോയ വരുമാനങ്ങൾ ഉളവാകട്ടെ, നിന്നുപോയ വരുമാനങ്ങൾ ഉളവാകട്ടെ, അടഞ്ഞ ഉറവകൾ തുറക്കട്ടെ. I prophesy, let there be an elevation of financial status. സാമ്പത്തിക ഭദ്രത ഉണ്ടാകട്ടെ, സാമ്പത്തിക നിലവാരം ഉയരട്ടെ. കരങ്ങളെ അടിച്ച് ജനം ദൈവത്തെ സ്തുതിച്ച്. നഷ്ടങ്ങൾ ലാഭമാകുന്നു. പ്രവചനാത്മാവിൽ ഞാൻ കാണുന്നു, തൂകിപ്പോയ ഒഴുകിപ്പോയ വെള്ളം പോലെ, ഒഴുകിപ്പോയ വെള്ളം പോലെ ഭവനങ്ങളിൽ നിന്ന് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടത് യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് തിരികെ വരുവാൻ പോകുന്നു, തിരികെ കിട്ടുവാൻ വേണ്ടി പോകുന്നു. സ്തോത്രം. കാലങ്ങളും സമയങ്ങളും, ഒന്ന് രക്ഷയായിരിക്കാം, രണ്ട് സ്തോത്രം അതെ ദൈവിക വിശ്വാസമാണ്. Again, സ്തോത്രം. 10 യോബേൽ സംവത്സരം കൂടെ മുന്നോട്ട് പോയി. നോക്കിയിൽ നിന്ന് അബ്രഹാമിലേക്ക് 10 യോബേൽ സംവത്സരം ഉണ്ടായിരുന്നെങ്കിൽ അബ്രഹാമിൽ നിന്ന് മുൾപ്പടർപ്പിലേക്ക് സ്തോത്രം 10 യോബേൽ സംവത്സരമാണുള്ളത്. അബ്രഹാമിൽ നിന്ന് മുൾപ്പടർപ്പിലേക്ക് വായിച്ചിട്ടില്ലയോ? അബ്രഹാമിൽ നിന്ന് മുൾപ്പടർപ്പിലേക്ക് അതെ 10 യോബേൽ സംവത്സരമാണുള്ളത്. ദൈവത്തിൻ്റെ കലണ്ടർ, ദൈവത്തിൻ്റെ വാച്ച് നോക്കിയപ്പോൾ യെസ്, എൻ്റെ ജനത്തെ വിടിപ്പിക്കാൻ നേരമായി. അബ്രഹാമിനോട് ഞാൻ കൊടുത്തതായി വാഗ്ദത്തം അനുസരിച്ച് ഇപ്പോൾ അതാ അവർ പെരുകിയിരിക്കുന്നു. ഇപ്പോഴതാ പെരുകിയിരിക്കുന്നു. എങ്ങനെയാ പെരുകിയത്? ആഹാരം കഴിച്ചല്ല, അവരെ എത്രത്തോളം പീഡിപ്പിച്ചോ അത്രത്തോളം അവർ പെരുകിക്കൊണ്ടിരുന്നു. എത്രത്തോളം ഇന്ത്യൻ ചർച്ച് പീഡിപ്പിക്കപ്പെടുമോ അത്രത്തോളം പെരുകിക്കൊണ്ടിരിക്കുന്നു. എത്രത്തോളം പീഡയുണ്ടോ അത്രത്തോളം പെരുക്കമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇത് വർധനവിൻ്റെ സീസണാണ്. സ്തോത്രം. അബ്രഹാമിനോട് പറഞ്ഞതുപോലെ 70 പേരായി അവർ ഇറങ്ങിച്ചെന്നു. പക്ഷെ അവർക്ക് പീഡയുണ്ടായിരുന്നു. എത്രത്തോളം പീഡിപ്പിക്കപ്പെട്ടോ അത്രത്തോളം അവർ വർദ്ധിച്ചു. ഒരു വിക്കൻ ഇടയൻ, ഒരു വിക്കൻ ആട്ടിടയൻ, സ്വന്തം ആട് പോലുമില്ല, അമ്മായിയപ്പൻ യുത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് വിക്കൻ മനുഷ്യനോട് സംസാരിക്കാൻ 40 വർഷം ഇല്ലാത്തത് കൊണ്ട് മൃഗങ്ങളോട് സംസാരിച്ച് മേ ബി വിക്കനായി തീർന്നവൻ മനുഷ്യരോട് സംസാരിക്കാതെ അതെ വിക്ക് വർദ്ധിച്ച് മൃഗങ്ങളോട് സംസാരിച്ച് ലൈഫ് മുഴുവൻ തീർന്നു എന്ന് ചിന്തിച്ചവൻ ഇതാ മുൾപ്പടപ്പിന് അരികിലൂടെ പോകുമ്പോൾ ആർക്കും അണക്കാൻ കഴിയാത്തൊരു കാട്ടുതീ മുൾപ്പടപ്പിൽ ഇതാ പടരുകയാണ്. വിക്കി അവൻ ഇവണ്ണം ചോദിച്ചു കാണും, കർത്താവേ നീ ആരാകുന്നു? തിരിച്ചുത്തരമുണ്ടായിരുന്നു, ഐ ആം ദാറ്റ് ഐ ആം. ഞാനാകുന്നവൻ, ഞാനാകുന്നു. ഞാൻ ആയിരുന്നവനെന്നല്ല, ഞാൻ ആകാൻ പോകുന്നവനെന്നല്ല. ആയിരുന്നവനെന്നല്ല, ഞാൻ ആകാൻ പോകുന്നവനെന്നല്ല. ആരോ പറയുന്നു ഇന്നലെ ദൈവം ഉണ്ടായിരുന്നു, ആരോ പറയുന്നു അങ്ങ് ദൂരെ ഉണ്ടാകാൻ പോകുന്നു. എന്നാൽ എൻ്റെ യേശു ഇന്ന് രാത്രി ഇന്നത്തെ കർത്താവാണ്. ഇന്നത്തെ കർത്താവ്. ഇന്നാണ് വിടുതൽ, ഇന്നാണ് അത്ഭുതം, ഇന്നാണ് വീര്യപ്രവൃത്തി, ഇന്നാണ് വെള്ളം രക്തമാകുന്നത്, ഇന്നാണ് നായിച്ച വരുന്നത്, ഇന്നാണ് പിയാനോട് വരുന്നത്, ഇന്നാണ് 10 ബാധ വരുന്നത്, ഇന്നാണ് കടിഞ്ഞോൽ സംഹാരം വരുന്നത്. ദൂത്, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വിവിധ വീര്യപ്രവർത്തികൾ നടക്കണമെങ്കിൽ now വിളിച്ചു പറഞ്ഞേ now. ഇപ്പോൾ വിശ്വാസം എന്നത് ആശിക്കുന്ന ഉറപ്പും കാണാത്ത കാര്യങ്ങളെ നിശ്ചയം മാത്രമേ. സ്തോത്രം. ദൈവം പറഞ്ഞു ഞാൻ ആകുന്നവൻ, ഞാനാകുന്നു. അതുകയാൽ മോശയെ ഞാൻ നിന്നെ അയക്കുകയാണ്. കൂട്ടത്തിന് നിന്റെ സഹോദരൻ അഹരോനെയും കൂടെ കൂട്ടിക്കോ. അത് എൻ്റെ കഴിവില്ലായ്മയല്ല, നിന്റെ അവിശ്വാസം കൊണ്ടാണ്. സ്തോത്രം. കാരണം ദൈവത്തിന് ഏത് കോഴിയെ ഉപയോഗിക്കാൻ കഴിയും, ദൈവത്തിന് ഏത് കഴുതയെ ഉപയോഗിക്കാൻ കഴിയും. ഓ ഹല്ലേലൂയ. അടുത്ത ബലിഗ്രഹമായിരിക്കാം ഈ ഹാളിനകത്ത് ഇന്ന് രാത്രി ഇരിക്കുന്നത്. അടുത്ത റൈനാഡ് ബോങ്കയായിരിക്കാം ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നത്. അടുത്ത മെഗാ ചർച്ച് പാസ്റ്റർ യോങ്കിച്ചയായിരിക്കാം ഇന്ന് രാത്രി കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കുന്നത്. അടുത്ത കെന്നത്ത് ഹേഗനായിരിക്കാം ഇന്ന് രാത്രി അന്യ ഭാഷകൾ ദൈവത്തെ സ്തുതിക്കുന്നത്. അടുത്ത ഡോൺ മിയനായിരിക്കാം കഴിഞ്ഞ നേരത്തെ ജിസനോട് കൂടെ പ്രാർത്ഥിച്ചത്. ഇന്നത്തെ ഞെരുക്കമല്ല നീ കാണേണ്ടത്, നാളത്തെ വിശാലതയാണ് നീ കാണുന്നത്. ഇൻ ജീസസ് നെയിം. ഇതുവരെ ഇന്ത്യൻ ചർച്ച്, ഇതുവരെ വേൾഡ് സഭ കണ്ടിട്ടില്ലാത്ത വലിയ മഹത്വം നിന്റെ മേൽ വ്യാപരിക്കുവാൻ വേണ്ടി പോകുന്നു.
ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നു, വരിക മോശെ, സ്തോത്രം, ഈ ജനത്തെ ഞാൻ നിന്നെ അതെ വിടിപ്പിക്കാൻ വേണ്ടി അയച്ചിരിക്കുകയാണ്. തിരുവചനം പറയുന്നു, അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്നു ഈജിപ്ഷ്യൻ സാമ്രാജ്യം. എന്നാൽ ഒരു ഹിപ്പോപ്പൊട്ടാമസിന്റെ രക്തം കൊണ്ടല്ല, ഒരു റൈനോയുടെ രക്തം കൊണ്ടല്ല, ഒരു ജറാഫിന്റെ രക്തം കൊണ്ടല്ല, പകരം ഒരു ആട്ടിൻകുട്ടിയുടെ രക്തം കൊണ്ട്, ഒരു ആടിനെ കൊണ്ട് ദൈവം ഫറവോനെ തകർത്ത് കളഞ്ഞു. ഓ കമാൺ കമാൺ കമാൺ, ആരോട് പറയാൻ? ഒരാട്ടിൻകുട്ടിയെ കൊണ്ട്. ബൈബിൾ വായിക്കുന്ന ആരും വന്നിട്ടില്ലേ? ഒരാട്ടിൻകുട്ടിയെ കൊണ്ട് ദൈവം ഫറവോനെ തകർത്ത് കളഞ്ഞു. ഏതവനോട് എങ്ങനെ പൊരുതണമെന്ന് എൻ്റെ ദൈവത്തിന് അറിയാം. ആരെ എങ്ങനെ തകർക്കണമെന്ന് ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ. പാസ് ഓവർ ലാം, കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് കട്ടള കാലിന്മേലും കുറുമടിമേല് കുഞ്ഞാടിന്റെ രക്തം പുരണ്ടപ്പോൾ ഹല്ലേലൂയ, മരണദൂതന് അവരെ തൊടുവാൻ കഴിഞ്ഞില്ല. മരണദൂതന് അവരെ തൊടുവാൻ കഴിഞ്ഞില്ല. കണ്ണു തുറന്ന് കേൾക്ക്. ഓ, മരണദൂതന് അവരെ തൊടുവാൻ കഴിഞ്ഞില്ല. തിരുവചനം പറയുന്നു, നായി അവരെ നോക്കി ശബ്ദിച്ചില്ല. അർത്ഥം 30 ലക്ഷം ഇറങ്ങി ആ രാത്രി നടന്നപ്പോ ഒരു പട്ടിയും കൊരച്ചില്ല. In Jesus name. ഇന്ന് രാത്രി ജനത്തെ നോക്കി ഞാൻ പറയുന്നു, ആരും നിനക്ക് നേരെ വായി തുറക്കത്തില്ല. ശബ്ദം ഉയർത്തി പറഞ്ഞ യേശുവിന്റെ രക്തം. കേട്ടില്ല? ശബ്ദം ഉയർത്തി പറഞ്ഞ യേശുവിന്റെ രക്തം. 70 പേർ അകത്തേക്ക് കയറിപ്പോയവർ 30 ലക്ഷമായി പുറത്തേക്ക് ഇറങ്ങി. പുരുഷന്മാർ മാത്രം 6 ലക്ഷം ഉണ്ടായിരുന്നു. സ്തോത്രം. 30 ലക്ഷം ദേശത്തൂടെ നടന്നപ്പോൾ ആ ദേശത്തുണ്ടായിരുന്നു ഒരു നായ് പോലും സ്തോത്രം അതേ കുരച്ചില്ല. തിരുവചനം പറയുന്നു, ആർക്കും നടക്കാൻ കഴിയാതെ, ആരും നടന്നിട്ടില്ലാതെ ഹൈവേ ദൈവം തുറന്നു കൊടുത്തു. ഹൈവേ ദൈവം തുറന്നു കൊടുത്ത്. സ്തോത്രം. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരമില്ല. നിന്റെ സ്തോത്രം കത്തി കൊണ്ട്, മൂർച്ചയുള്ള കത്തി കൊണ്ട് കേക്ക് മുറിക്കുന്ന പോലെ ദൈവം മൂക്കിലെ ശ്വാസത്താൽ 3 കിലോമീറ്റർ അതേ സ്തോത്രം കടലിന് പിറന്ന് 1.5 കിലോമീറ്റർ വീതിയുള്ള വഴിയുണ്ടാക്കി 3 മണിക്കൂർ കൊണ്ട് ദൈവം അക്കരെ കടത്തി. 3 കിലോമീറ്റർ ദൂരം, 3 കിലോമീറ്ററുള്ള കടലിലെ ഹൈവേ 1.5 കിലോമീറ്റർ വീതിക്ക് ദൈവം തുറന്ന് 3 മണിക്കൂർ കൊണ്ട് അക്കരെ കടന്നപ്പോൾ തിരിഞ്ഞു നോക്കി, അവന്റെ ശത്രുവിനെ കണ്ടില്ല. ഐ പ്രൊഫസി ഇൻ ജീസസ് നെയിം. യേശുവിന്റെ നാമത്തിൽ ഇനി ഈ പോരാട്ടം ഉണ്ടാകയില്ല. അടുത്ത ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഈ പോരാട്ടം ഉണ്ടാകത്തില്ല. അടുത്ത ഉപവാസ പ്രാർത്ഥനയ്ക്ക് നീ കാണും, പക്ഷെ ഇന്ന് പിന്തുടരുന്ന ഈ ശത്രു കാണുകയില്ല. കമോൺ, അടുത്ത വർഷം നീ ഉണ്ടായിരിക്കും. കുറച്ചുകൂടെ ബലത്തോടെ, കുറച്ചുകൂടെ കൃപയോടെ, കുറച്ചുകൂടെ ആത്മാവിന്റെ അഗ്നിയോടെ നീ ഉണ്ടായിരിക്കും. പക്ഷെ ഇന്ന് നിന്നെ വിരട്ടുന്ന, ഇന്ന് നിന്നെ ഭയപ്പെടുത്തുന്ന ആ ഭീഷണി ഉണ്ടാകയില്ല. യേശുവിന്റെ നാമത്തിൽ ഈ പുസ്തകമെടുത്ത് ദൈവത്തിന്റെ ആത്മാവിനെ ഞാൻ പ്രവചിക്കട്ടെ. നിന്റെ മുൻപിൽ പുതിയൊരു വാതിൽ തുറക്കുന്നു. നിന്റെ പിൻപിൽ ശത്രുവിന്റെ വഴി അടയുന്നു. നിന്റെ മുൻപിൽ വാതിൽ തുറക്കുന്നു. നിന്റെ പിൻപിൽ ശത്രുവിന്റെ വഴി അടയുന്നു. അനുഭവിക്കുന്നവരുണ്ടോ? നിന്റെ മുൻപിൽ ഓ പുതിയൊരു വഴി, പുതിയൊരു വഴി, പുതിയൊരു വഴി തുറക്കുന്നു. നിന്റെ പിൻപിൽ ശത്രുവിന്റെ വാതിൽ അടയുന്നു. കമോൺ, കരകളെ അടിച്ച് ഉത്സാഹത്തോടെ ആരാധിച്ച് പെസഹാ ദിനത്തിന് ഫറവോന്റെ രാജ്യത്തിന് പുറത്തിറങ്ങി. തൊട്ടടുത്ത ദിവസം പാസ് ഓവർ ദിനത്തിന്, പെസഹാ ദിനത്തിന് പുറത്തിറങ്ങിയവർ പുളിപ്പില്ലാത്തപ്പത്തിന്റെ പെരുന്നാളിൽ ചെങ്കടലിന്റെ കരയ്ക്ക് കീഴിൽ പാളയമിറങ്ങി. ആദ്യ പല പെരുന്നാളിന്റെ ദിവസത്തിൽ മൂക്കിലെ ശ്വാസത്താൽ ആച്ചി എന്ന് ദൈവം പറഞ്ഞില്ല. ദൈവം എന്ന് പറഞ്ഞപ്പോ ദൈവം എന്തുകൊണ്ട് ആച്ചി എന്ന് പറഞ്ഞില്ല? എന്റെ ദൈവത്തിന് ജലദോഷമില്ല. എൽഷദായിക്ക് ജലദോഷം വരത്തില്ല മക്കളെ. എൽഗേലിയോന് മൂക്കടപ്പ് വരത്തില്ല കുട്ടിയെ. തന്റെ ജനത്തിനും വഴിയില്ലെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു,
2200 കിലോമീറ്റർ വേഗത ആ കാറ്റിനുണ്ടെന്ന് ചരിത്രം പറയുന്നു. ഓക്കി ഇതുവഴി കടന്നുപോയപ്പോ 90 കിലോമീറ്റർ വേഗത ഉണ്ടായിരുന്നല്ലോ. ഒരു ഓക്കിക്കെതിരെ നിൽപ്പാൻ തിരുവനന്തപുരത്തിന് കഴിഞ്ഞില്ല. പക്ഷേ 2200 കിലോമീറ്റർ വേഗതയുള്ള കാറ്റിനെ അയച്ച് കടലിനെ പിരിച്ച് ദൈവം തന്റെ ജനത്തെ അക്കരെ എത്തിച്ചു. സ്തോത്രം. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിനത്തിന് സ്തോത്രം പാളയമിറങ്ങിയവർ ആദ്യപല പെരുന്നാളിന് അവർ അക്കരയ്ക്കെത്തി. ഒരിക്കൽ കൂടെ ഞാൻ വീണ്ടും പറയുന്നത്, പാസ്ഓവർ ദിനത്തിന് പെസഹായ്ക്ക് അവർ വിടുതൽ പ്രാപിച്ചു. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിന് അവർ പാളയമിറങ്ങി. നമ്പർ 3, ആദ്യപല പെരുന്നാളിന് അവർ മറകര കടന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഫറവോന്റെ ഫയൽ ദൈവം ക്ലോസ് ചെയ്തു. ഫയലുകൾ ക്ലോസ് ചെയ്യുന്നു. തിന്മയുടെ ഫയലുകൾ ക്ലോസ് ചെയ്യുന്നു. ഈ ഉപവാസം പല തിന്മകളെ ക്ലോസ് ചെയ്യുന്നതാണ്. ഈ ഉപവാസം 2025 ഈ ഉപവാസം തിന്മകളെ ക്ലോസ് ചെയ്യുന്നതാണ്. 2025 ഈ ഉപവാസം തിന്മകളെ അടയ്ക്കുന്നു, നന്മകളെ തുറക്കുന്നു. ആദ്യ പല പെരുന്നാളിന് അവർ ശൂർ മരുഭൂമിയിൽ പ്രവേശിച്ചു. എക്സാക്ട്ലി എണ്ണിക്ക് 1 2 3 4 5 6 7 8 9 10 20 30 40 50 ദിനത്തിൽ സിനായ് മലയിൽ ദൈവം ഇറങ്ങുന്നു. എക്സാക്ട്ലി 50 ദിനത്തിൽ ഒരു മനുഷ്യൻ കയറി ചെല്ലാൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഇറങ്ങി വരാൻ ഒരു ദൈവം ഉണ്ടായിരുന്നു. കയറി ചെല്ലാൻ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നത് കൊണ്ട് that's a key. 2025 മോശമാരെന്തിയെ, 2026 മോശമാരെന്തിയെ. ഹല്ലേലൂയ. സെൽഫ് ഡിനയൽ, സെൽഫ് സാക്രിഫൈസ് ആയി കയറി ചെല്ലാൻ ഒരു മോശമുള്ളത് കൊണ്ട് ഇറങ്ങി വരാൻ ഒരു ദൈവമുണ്ട്. ആരൊക്കെയോ കരങ്ങൾ ഉയർത്തി നിറഞ്ഞ കണ്ണുകളോടെ ഇന്ന് രാത്രി പറയുന്നു, യെസ് ലോർഡ്, ഞാൻ കയറി വരാം. യൂസ് മീ ജീസസ്. എന്നെ ഉപയോഗിക്കും കർത്താവേ. എനിക്കല്ല ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല. ഞാനിതാ കയറി വരാം. മോശ ഇതാ കയറി വന്നപ്പോൾ ദൈവം ഇറങ്ങി വന്നു. അതും ഒരു യോബേൽ സംവത്സരമാണ്. ആ യോബേൽ സംവത്സരത്തിൽ തിരുവചനം പറയുന്നു, ദൈവം മോശയ്ക്ക് അതേ സ്തോത്രം കൽപ്പന നൽകിയുണ്ടായി, അഥവാ സ്തോത്രം ന്യായപ്രമാണം ദൈവം നൽകിയുണ്ടായി. അർത്ഥം സ്തോത്രം അതേ യോബേൽ സംവത്സരത്തിന്റെ പ്രത്യേകതയാണ് ദൈവം നൽകിയതായ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ന്യായപ്രമാണം. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. ന്യായപ്രമാണം, ദൈവവചനം. അടുത്തിരിക്കുന്നവർ നോക്കി പറ, മനുഷ്യൻ ജീവിക്കുന്ന വചനം കൊണ്ടാ. പറ, മനുഷ്യൻ ജീവിക്കുന്ന അടുക്കള കൊണ്ടതല്ല, ചീനച്ചട്ട് കൊണ്ടല്ല മനുഷ്യൻ ജീവിക്കുന്നത്, വറുത്തതും പൊരിച്ചതും കൊണ്ടല്ല സ്തോത്രം മനുഷ്യൻ ജീവിക്കുന്നത്. ഈ ആഹാരത്തോടാണ് ആർത്തി ക്രൈസ്റ്റ് സെന്ററിൽ നിന്ന് ഇറങ്ങിയെങ്കിൽ കുറെ ഭൂതമലറി പുറത്തു പോകുമായിരുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കം ഓൺ. സ്തോത്രം. മാഞ്ച തിന്ന് ഒറ്റയിടം മിണ്ടിപ്പോലെ എന്നോട് തിന്ന്. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന. വിളിച്ചു പറ മക്കളെ, എല്ലാ അഡിക്ഷൻ വിട്ടുമാറട്ടെ. ഗഞ്ചാവിന്റെ അഡിക്ഷൻ എന്നതുപോലെ, മിനിസ്ട്രിയുടെ അഡിക്ഷൻ എന്നതുപോലെ എല്ലാ ഫുഡ് അഡിക്ഷൻ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ആരോ എന്നെ തുറിച്ചു നോക്കി, ഞാൻ പേടിക്കത്തില്ല. എഗൈൻ ഞാൻ പറഞ്ഞിട്ടിരിക്കും. സ്തോത്രം. നോക്ക്. ഹല്ലേലൂയ. മോശ കയറി ചെന്നു. ദൈവമായ കർത്താവ് അവന് സ്തോത്രം ദൈവത്തിന് വചനം നൽകി. യഹൂദൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവർ ദൈവ വചനം അവൻ്റെ അലമാരയിലുള്ളത് കൊണ്ടല്ല, അവൻ്റെ ഹൃദയത്തിലുള്ളത് കൊണ്ടാണ്. സ്തോത്രം. ഏറ്റവും കൂടുതൽ യഹൂദൻ അനുഗ്രഹിക്കപ്പെട്ടത് അവൻ്റെ ബൈബിൾ സ്തോത്രം അതേ ടേബിളിൽ ഇരിക്കുന്നത് കൊണ്ടോ, തലേണയുടെ കീഴിൽ ഭൂതം നക്കാതെ തലേണയുടെ കീഴിൽ എടുത്തു വെച്ചിരിക്കുന്നത് കൊണ്ടോ അല്ല, ആ വചനം അവൻ്റെ ഹൃദയത്തിൽ ഉള്ളത് കൊണ്ടാണ്. ഇത് രാത്രി നിന്റെ തലേണയുടെ കീഴിലല്ല ബൈബിൾ വെക്കേണ്ടത്. ആ ബൈബിൾ വായിക്കണം, ആ ബൈബിൾ പഠിക്കണം, ആ വചനം കാണാതെ പഠിക്കണം, എന്നിട്ട് വചനം എടുത്ത് ഹൃദയത്തിൽ വെക്കണം. യേശുവിന്റെ നാമത്തിൽ. വർഷങ്ങൾക്ക് മുമ്പ് ന്യൂയോർക്കിനടുത്ത് സ്തോത്രം അത് ബ്രൂക്ലിനിൽ ഒരു സ്തോത്രം യഹൂദ കോൺഫറൻസിൽ കടന്നു പോയപ്പോൾ പാസ്റ്റർ ഐസയായ എന്നോട് ഇപ്രകാരമാണ് പറഞ്ഞത്. ഒരു യഹൂദ ദൈവദാസനാണ്. ഒരു 400 പേർ മെസ്സിയാനിക് ജൂസ് അവരിങ്ങനെയാണ് പറഞ്ഞത്. സ്തോത്രം അത് ഒരു യഹൂദ പെൺകുട്ടി അല്ലെങ്കിൽ യഹൂദ സഹോദരി അവൾ ഗർഭിണിയാകുമ്പോൾ അവളുടെ ഭർത്താവ് ബൈബിളെടുത്ത് അദ്ദേഹം ബൈബിൾ വായിക്കും. എന്തിനു വേണ്ടി? സ്തോത്രം അകത്ത് ഉൽപ്പാദിതമായിരിക്കുന്ന കുട്ടിക്ക് വേണ്ടിയാണ് വായിക്കുന്നത്. അകത്ത് ഉൽപ്പാദിതമായിരിക്കുന്ന
ഇരിക്കുന്ന കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അറിയത്തില്ല. ഭാര്യ ഗർഭിണിയാണ് എന്നറിഞ്ഞാൽ അടുത്ത തലമുറ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ, അടുത്ത തലമുറ ദൈവകൃപയുള്ളതായി വളരുവാൻ ഭർത്താവ് ബൈബിള് വായിക്കുകയാണ്. ഭർത്താവില്ലെങ്കിൽ കൂടെയില്ലെങ്കിൽ അവൾ സ്തോത്രം ശബ്ദമുയർത്തി കോമഡി ഷോ കണ്ടു എന്നല്ല ഞാൻ പറയുന്നത്. അവൾ ബൈബിൾ വായിക്കുകയാണ്, അടുത്ത തലമുറയ്ക്ക് വേണ്ടി ബൈബിൾ വായിക്കുകയാണ്. കാരണം സയൻസ് തെളിയിച്ചിട്ടുണ്ട് അകത്ത് കിടക്കുന്ന ശിശുവിനെ കേൾപ്പാൻ തൊക്കെ കഴിയും. സോ ആ കുഞ്ഞിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കുഞ്ഞാമിയും കുശുമ്പും കുതികാൽവെട്ടും വഴക്കും തർക്കവും വാദവുമല്ല. നോക്ക് എന്നെ നോക്ക്, നന്നാക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ലൈഫ് പൊളിയുന്നതല്ല, ലൈഫ് പണിയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. ആ കുഞ്ഞിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് സ്തോത്രം അതേ എന്തെങ്കിലും ഫുഡ് കൊടുക്കുമ്പോൾ അതേൻ്റെ കാക്ക വരുന്നു, കുയിൽ വരുന്നു, പുട്ടാൽ വരുന്നു, കുട്ടൂസൻ വരുന്നു, ഡാഗിനി വരുന്നു, നാത്തൂൻ വരുന്നു, അമ്മായിയമ്മ വരുന്നു. നോ, അതല്ല പറയുന്നത്. പകരം ആ കുഞ്ഞിനെ എടുത്തിട്ട് ദൈവവചനമാ പറയുന്നത്. അകത്ത് കിടക്കുമ്പോഴും ദൈവവചനം, പുറത്തു വരുമ്പോഴും ദൈവവചനം. 12 വയസ്സാകുമ്പോൾ 5 പുസ്തകം മിക്കവാറും അവൻ കാണാതെ പഠിച്ചിരിക്കും. 12 വയസ്സാകുമ്പോൾ ആ കുഞ്ഞ് 5 പുസ്തകം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം 5 പുസ്തകം അവൻ കാണാതെ പഠിച്ചിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. 119 സങ്കീർത്തന കാണാതെ പഠിച്ചു പറയുന്ന കുഞ്ഞുങ്ങളെ ക്രൈസ്റ്റ് സെന്ററിന്റെ സൺഡേ സ്കൂളിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. വേദപുസ്തകത്തിലെ കുട്ടി പുസ്തകങ്ങൾ മുഴുവൻ കാണാതെ പഠിച്ചു പറയുന്ന കുഞ്ഞുങ്ങൾ ഈ ദൈവസഭയിൽ നിന്ന് എഴുന്നേൽക്കുമാറാകട്ടെ. എന്നിട്ട് പറയണം, മംഗളെ ബൈബിൾ ഞങ്ങൾ വെച്ചിരിക്കുന്നത് ടേബിളിലല്ല, അലമാരയിലല്ല, ഫോണിൽ ഡൗൺലോഡ് ചെയ്തല്ല, ഞങ്ങൾ ഹൃദയത്തിലാണ് ബൈബിൾ വെച്ചിരിക്കുന്നത്. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നോബൽ പ്രൈസിന്റെ 24% ഇന്നിരിക്കുന്ന യഹൂദന്റെ അതേ വീട്ടിലാണ്. നോബൽ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റിലൂടെ ന്യൂയോർക്കിൽ ഞാൻ സ്തോത്രം എന്നെ പാസ്റ്റർ ഐസയ കൊണ്ടുപോയി. നോബൽ സ്ട്രീറ്റ് ഇദ്ദേഹം പറഞ്ഞു ഇത് കെമിസ്ട്രിയുടെ നോബൽ പ്രൈസ്, ഇദ്ദേഹത്തിന് ലഭിച്ചത് ഫിസിക്സിന്റെ നോബൽ പ്രൈസ്, ഇദ്ദേഹത്തിന് ലഭിച്ചത് ബയോളജിയുടെ നോബൽ പ്രൈസ്. അവസാനം അദ്ദേഹം പറഞ്ഞു എല്ലാവരും യഹൂദന്മാരാ. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ടല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടത്രേ. വേർഡിന്റെ പുതിയൊരു കൾച്ചർ യേശുവിന്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങളിലൂടെ വെളിപ്പെടട്ടെ. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ദൈവവചനത്തിന്റെ വലിയൊരു കൾച്ചർ ദൈവകൃപയാൽ സ്തോത്രം ഉയരുമാറാകട്ടെ. വചനത്തിന് അതിൻ്റെതായ സ്വാധീനമുണ്ട്. ബ്രദർ സുരേഷ് ബാബു ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓഡിയോ ബൈബിൾ വെച്ചിട്ടാണ് കിടക്കുന്നത്, ഇല്ലെങ്കിൽ പ്രൈസ് ആൻഡ് വർഷിപ്പ് വെച്ചിട്ടാണ് കിടക്കുന്നത്. എൻ്റെ പുറത്തെ മനുഷ്യൻ ഉറങ്ങിയാലും എൻ്റെ അകത്തെ മനുഷ്യൻ കേൾക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, കം ഓൺ, ഇൻ ജീസസ് നെയിം. നിങ്ങൾക്ക് കോപ്പി അടിക്കാം. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. സോ യോവേൽ സംവത്സരത്തിന് അവർ വിടുവിക്കപ്പെട്ടു. അവർ പാളയമിറങ്ങി ആരും നടക്കാത്ത ഹൈവേയിലൂടെ കടൽ വിഭാഗിക്കപ്പെട്ട് നടന്നു. ദൈവം ഇറങ്ങി വന്ന് അവർക്ക് കൽപ്പന കൊടുത്തു. വിടുതലുണ്ട്. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. വീണ്ടും സ്തോത്രം. അതേ 10 യോബേൽ സംവത്സരം കൂടെ മുന്നോട്ട് പോയി. 500 സംവത്സരം കഴിഞ്ഞപ്പോൾ 500-ാം സംവത്സരമായപ്പോൾ മോശയിൽ നിന്ന് ശലോമോനിലേക്ക് വന്നപ്പോൾ ഇതാ സ്തോത്രം സ്വർഗം ഭൂമിയെ ചുംബിച്ചു. ഒരിക്കൽ കൂടെ സ്വർഗം ഭൂമിയെ ചുംബിച്ചു. ഹൗ ക്യാൻ യു സേ ദാറ്റ്? സ്വർഗം ഭൂമിയെ ചുംബിച്ചു എന്ന്. സ്തോത്രം. ശലോമോൻ യഹോവയ്ക്ക് വേണ്ടി ആലയം പണിതു. തൻ്റെ അളവിൻ പ്രകാരമല്ല കേട്ടോ പണിതത്, തൻ്റെ അളവിലല്ല പണിതത്, തൻ്റെ അപ്പൻ ദാവീദിൻ്റെ അളവിലുമല്ല പണിതത്. ദൈവത്തിൻ്റെ അളവിൽ പണിത ഒരു മോശയുണ്ട്. ദൈവത്തിൻ്റെ അളവിൽ പണിത മോശയുടെ അളവിൻ പ്രകാരം, അഥവാ ദൈവത്തിൻ്റെ അളവിൻ പ്രകാരം പണിതു. മോശ പണിതപ്പോൾ സമാഗമന കൂടാരത്തിൽ മഹത്വം നിറഞ്ഞ് കവിഞ്ഞത് മോശ പണിതത് സ്വന്തം അളവിൻ പ്രകാരമല്ല, ദൈവത്തിൻ്റെ അളവിൻ പ്രകാരം, ദൈവം കാണിച്ച അളവിൻ പ്രകാരം പണിതത് കൊണ്ട് അവിടെ ഇതാ സമാഗമന കൂടാരത്തിൽ മഹത്വം നിറഞ്ഞ് കവിഞ്ഞു. ഈ തലമുറയിലും IPC ആണോ, ചർച്ചക്കോടാണോ, AG ആണോ, ഷാരോനാണോ, ഇൻഡിപെൻഡന്റ് ആണോ, ന്യൂ ജനറേഷൻ ആണോ, നിന്റെ കുടുംബത്തിൻ്റെതല്ല ദൈവസഭ, ദൈവത്തിൻ്റെതാണ് ദൈവസഭ. ദൈവത്തിൻ്റെ സഭയിൽ ദൈവത്തിന് മഹത്വം നിറയണമെങ്കിൽ ക്രൈസ്റ്റ് സെന്റർ കേൾക്കണം. നീ പണിക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാകല്ലേ, ദൈവത്തിൻ്റെ അളവിന് പ്രകാരമാകട്ടെ. 3 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, മഹത്വം നിറയണം, മഹത്വം നിറയണം, മഹത്വം നിറയണം, മഹത്വം നിറയണം. അളവിന് പ്രകാരം പണിതോ, നല്ല കാര്യം. മഹത്വത്തെ നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ഗ്യാരണ്ടി ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ അളവിന് പ്രകാരം നിറയണമെന്ന്, ദൈവത്തിൻ്റെ അളവിന് പ്രകാരം പണിയുന്നു എങ്കിൽ അവിടെ നിറയുന്നത് പെരിച്ചാടിയും എലിയും ചെലന്തിയും പാറ്റയും അല്ല. അവിടെ നിറയുന്നത് ഷെഖന ഗ്ലോറി ആയിരിക്കും. അർത്ഥം ജീവിക്കേണ്ട പോലെ ഒന്ന് ജീവിച്ചാലേ, ജീവിക്കേണ്ട പോലെ ജീവിച്ചാലേ ഒരു ഭൂതത്തിനും നിന്നെ തൊടുവാൻ കഴിയത്തില്ല. സകല ഇസബേലുകൾ വിറച്ച് മാറി നിൽക്കും. കാണുമെന്ന് നീ പണിയപ്പെടുന്നത് ദൈവത്തിൻ്റെ അളവിൻ പ്രകാരമായിരിക്കും.
പക്ഷെ നിറഞ്ഞു കഴിഞ്ഞാലേ തോന്നിയതുപോലെ ജീവിക്കില്ല. ആ മഹത്വം സൂക്ഷിച്ചോളണം. ആ മഹത്വം കളയാൻ എളുപ്പമാണ്, കൊണ്ടു നടക്കാൻ പ്രയാസമാണ്. കൃപ കളയാൻ എളുപ്പമാണ്, ശുശ്രൂഷ കളയാൻ എളുപ്പമാണ്, ദൈവകൃപ കളയാൻ എളുപ്പമാണ്. കാമിച്ചും പ്രേമിച്ചും നിന്നിലുള്ള ദൈവകൃപ കളയല്ല. ദൈവം നിന്നെ വിളിച്ചത് കനൽക്കട്ടയാകാനാ, അല്ലാതെ കരിക്കട്ടയാകാനല്ല. പണ്ടുണ്ടായിരുന്നു അങ്ങളെ, പ്രേമിച്ചു പോയി അങ്ങളെ എന്ന് പറയുന്നതല്ല. പണ്ടുണ്ടായിരുന്നു അങ്ങളെ, ഇപ്പൊ ഭൂതം എന്നെ വിഴുങ്ങി എന്നല്ല. പണ്ട് ഞാൻ ഭൂതത്തെ ഓടിച്ചു, ഇപ്പൊ ഭൂതം എന്നെ ഓടിക്കുന്നു എന്നല്ല നീ പറയേണ്ടത്. പണ്ടത്തെക്കാൾ ദൈവകൃപയിൽ വർദ്ധനവ് ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിച്ചേ. എന്നാൽ ശലോമോൻ സ്തോത്രം ആ മഹത്വം സൂക്ഷിച്ചില്ല. തുടർന്ന് വന്ന രാജാക്കന്മാർ മഹത്വം സൂക്ഷിച്ചില്ല. അതുകൊണ്ട് അവർ ഈ കാബോധിലേക്ക് മാറ്റപ്പെട്ടു. ദൈവത്തിന് മഹത്വം അവർക്ക് നഷ്ടപ്പെട്ടു. ദൈവത്തിന് മഹത്വം നഷ്ടപ്പെട്ടപ്പോൾ അവർ തകർക്കപ്പെട്ടു. ആവർത്തിച്ച് ഞാൻ പറയട്ടെ, മഹത്വമുള്ളവന് ദൈവം പണിയും. മഹത്വം പോയാൽ നീ പൊളിയും. മഹത്വമുള്ളവന് ദൈവം പണിയും. സ്തോത്രം. അതെ, അബ്രഹാമിന് മഹത്വമില്ലായിരുന്നു, ഇസഹാക്ക് യാക്കോബിന് യോസെഫിന് മഹത്വമില്ലായിരുന്നു, പക്ഷെ മോശയ്ക്ക് മഹത്വമുണ്ടായിരുന്നു. അതുകൊണ്ടാ ദൈവം മോശയെ നോക്കി പറയുന്നത്, പണിയടാ, എനിക്ക് വേണ്ടി ഒരു കൂടാരം നീ പണി. മഹത്വമുള്ളവന് മാത്രമേ ഈ പട്ടണത്തിൽ പണിയാൻ പറ്റത്തുള്ളൂ എന്ന്. ഓ റാഖാബാഷാതലനിയാസി. കരങ്ങളെ അടിച്ച മഹത്വം വർദ്ധിക്കണേ, മഹത്വം വർദ്ധിക്കണേ. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, ഞങ്ങൾക്കല്ല. കരങ്ങളെ അടിച്ച് ശബ്ദം ഉയർത്തി ക്രൈസ്റ്റ്. മഹത്വമുണ്ടെങ്കിൽ നീ പണിയപ്പെടും, മഹത്വം പോയാൽ നീ പൊളിയപ്പെടും. എക്സാക്ട്ലി അങ്ങനെ തന്നെ സംഭവിച്ചു. അസീറിയക്കാർ കടന്നു വന്നു, അത് കഴിഞ്ഞ് ബാബിലോണിയക്കാർ കടന്നു വന്നു. ദൂരെ നിന്ന് ഇന്നത്തെ ഇറാഖിൽ നിന്ന് സ്തോത്രം നെബൂഖദ്നേസർ കടന്നു വന്നു. നെബൂഖദ്നേസർ കടന്നു വന്ന് സ്തോത്രം ദേവാലയത്തെ തകർത്തു. ഹിസ്റ്ററി പറയുന്നു 3 ലക്ഷത്തോളം യഹൂദന്മാരെ കൊന്നു. 17 പേരെ പിടിച്ചിട്ട് പോയി. 17,000 പേര്, 17,000, 17,000 പേരെ പിടിച്ചിട്ട് പോയി. അതിൽ 4 പേര് നിങ്ങൾക്കറിയാം. സ്തോത്രം. ക്വാളിറ്റി ഉള്ള ക്രീമിഷായ 17,000 ആൾക്കാർ 17 പേരെ പിടിച്ചിട്ട് പോയി. പ്രധാനമായി നിങ്ങൾക്ക് 4 പേരെ അറിയാം. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ദാനിയേൽ. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ദാനിയേൽ. ഒരു സീരീസാണ് ബാബിലോൺ ക്യാപ്റ്റിവിറ്റി എന്ന് പറയുന്നത്. പക്ഷേ അതിൽ ഏറ്റവും പ്രാർത്ഥിക്കുന്ന ഒരുവനുണ്ടായിരുന്നു. അവൻ്റെ പേരാണ് ദാനിയേൽ. അവൻ വെജിറ്റേറിയൻ ആയിരുന്നു, ശാഖഭോജനം കഴിച്ച് ലൈഫ് ലോങ് വെജിറ്റേറിയൻ ആയിരുന്നു. സ്തോത്രം. ദാനിയേൽ. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. എന്തൊരു വേർപാടാണ്, എന്തൊരു വിശുദ്ധിയാണ്. അന്യദേശത്തിന് ആഹാരം എൻ്റെ മേൽ കയറത്തില്ല. ലോകത്തിലെ ഏറ്റവും ടേസ്റ്റി ഫുഡാണ് സ്തോത്രം നെബൂഖദ്നേസർ കൊടുത്തത്. പക്ഷെ അവൻ പറഞ്ഞു, നോ നോ, എനിക്കത് ആവശ്യമില്ല. എൻ്റെ ബോഡി ശൃംഗ് ചെയ്യത്തില്ല, ഞാൻ ക്ഷീണിക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ദൈവം നമ്മെ സംരക്ഷിക്കട്ടെ. ക്ഷീണിക്കാത്ത ശരീരം, തളർന്നു ആരോഗ്യം ദൈവകൃപയാൽ എല്ലാവരും ദൈവം സെറ്റ് ചെയ്യുമാറാകട്ടെ. ആവശ്യമില്ലാത്ത ഫാറ്റി ലിവറിന് ഇറങ്ങിപ്പോകാം, ഹാർട്ട് ബ്ലോക്കുകൾക്ക് ഇറങ്ങിപ്പോകാം, ഗോഡ് ബ്രോഡർ സ്റ്റോൺ ഇറങ്ങിപ്പോകാം. യേശുവിന്റെ നാമത്തിൽ ആവശ്യമില്ലാതെ ഒരൊറ്റ ഓപ്പറേഷൻ തിയേറ്ററിൽ നീ കയറത്തില്ല. ആവശ്യമില്ലാതെ നിന്റെ ഞരമ്പിനെ അറുത്ത് കീറാൻ ദൈവം സമ്മതിക്കത്തുമില്ല. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. ദാനിയേൽ പറഞ്ഞു, നോ, ഈ സ്തോത്രം ശാഖഭോജനം എനിക്ക് ആവശ്യമില്ല. പക്ഷേ സ്തോത്രം അവൻ പ്രാർത്ഥിക്കുന്നവനാണ്. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് 3 നേരം മുട്ടുമടക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു ദാനിയേൽ. അതുകൊണ്ട് തന്നെ ദൈവം അവനെ കഴുകൻ കണ്ണുകളാൽ അനുഗ്രഹിക്കുകയുണ്ടായി. അവനൊരു കഴുകൻ കണ്ണുണ്ടായിരുന്നു. അർത്ഥം പ്രൊഫറ്റിക് ആയി. കഴുകൻ കാണുന്നത് അടുത്തല്ല, കാക്ക കാണുന്നത് അടുത്താണ്, കഴുകൻ കാണുന്നത് ദൂരെയാണ്. ഓ, യേശാവിന്റെ കണ്ണ് പയറുപായസം. ഇപ്പൊ എന്ത് കിട്ടും? കാക്ക കണ്ണാണ്. ഓ, ആരോട് പറയാൻ? യേശാവിന്റെ കണ്ണ് പയറുപായസം കണ്ടു, കാക്ക കണ്ണ്. പക്ഷെ ദാനിയേലിന്റെ കണ്ണ് കഴുകൻ കണ്ണ്. ദാനിയേലിന്റെ കണ്ട് കഴുകൻ കണ്ട്. ജിസൻ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവൻ കണ്ടു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ദാനിയേൽ കണ്ടു. CNN കാണാത്തത്, BBC കാണാത്തത് യേശുവിന്റെ നാമത്തിൽ നീ കാണണം. കമോൺ, നിന്റെ TV പറയുന്നതിന് മുമ്പേ, ലോക്കൽ പേപ്പർ പറയുന്നതിന് മുമ്പേ, നിന്റെ പ്രാർത്ഥന റൂമിൽ വിത്ത് ഡേറ്റ് ആൻഡ് ടൈം പ്രവചിക്കുന്ന പ്രവാചകന്മാർ ദൈവകൃപയിൽ എഴുന്നേൽക്കട്ടെ.
ഈ വാസ പ്രാർത്ഥനയ്ക്ക് നമുക്ക് കുറച്ച് യോസെഫുമാരെ വേണമല്ലോ, കുറച്ച് യോസെഫുമാരെ വേണമല്ലോ. ഫറവോനെ, നിനക്ക് പ്രശ്നമുണ്ടെങ്കിൽ പരിഹാരം പറയുന്ന യോസെഫുമാരെ സഭ കൊടുക്കട്ടെ. നെബൂഖദ്നേസറേ, നിനക്ക് ചോദ്യമുണ്ടെങ്കിൽ, നിനക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പരിഹാരം പറയുന്ന ദാനിയേൽമാർ നൽകട്ടെ. ഹല്ലേലൂയ. ദാനിയേൽ കണ്ടു മില്ലിനിയം റെയിൻ, സഹസ്രാബ്ദ വാഴ്ച ദാനിയേൽ കണ്ടു. യേശു കർത്താവിൻ്റെ ഏഴ് പ്രത്യക്ഷനും എൻകൗണ്ടറും ദാനിയേൽ കണ്ടു. ദാനിയേൽ കണ്ടതായ മറ്റു പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ് സ്തോത്രം 49 ആഴ്ചവട്ടത്തിനു ശേഷം 69 ആഴ്ചവട്ടത്തിനു ശേഷം സ്തോത്രം അതേ ദാനിയേൽ കണ്ടു. അതേ സ്തോത്രം അഭിഷിക്തൻ ഛേദിക്കപ്പെടും എന്ന് ദാനിയേൽ കണ്ടു. സ്തോത്രം ദാനിയേൽ പ്രവചിച്ചതായ ആ പ്രവചനം ഉണ്ടല്ലോ, ഹല്ലേലൂയ, അഭിഷിക്തൻ ഛേദിക്കപ്പെടും. മാത്രമല്ല അവൻ പറഞ്ഞു, ഈ പ്രവാസം അവസാനിക്കും, ഇസ്രായേൽ മടങ്ങി വരും. അവരിൽ സ്തോത്രം ബാബേൽ പ്രവാസത്തിൽ തരിപ്പണമായി കിടക്കുക, തകർന്ന് കിടക്കുക. ബാബേൽ പ്രവാസത്തിൽ നെബൂഖദ്നേസർ രാജാവ് തൻ്റെ സൈന്യത്തോട് കൊണ്ടുവന്ന് അതേ 10,000 ആൾക്കാരെ കൊന്ന് തകർന്ന് കിടക്കുമ്പോഴും ദാനിയേൽ പറയാനുള്ളത് പണിയുന്ന കർത്താവിൻ്റെ പരിപാടിയെക്കുറിച്ചാണ്. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, ആരൊക്കെ പൊളിച്ചാലും, അകന്ന് നിന്ന് പൊളിച്ചാലും, അടുത്ത് നിന്ന് പഠിച്ചാലും, കൂടെ നിന്ന് പൊളിച്ചാലും പണിയുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. 3 പേരെ തൊട്ട് പറഞ്ഞ നിങ്ങൾക്കൊരു തിരിച്ചുവരവുണ്ട്. പറഞ്ഞേ, നിങ്ങൾക്കൊരു തിരിച്ചുവരവുണ്ട്, നിങ്ങൾക്കൊരു തിരിച്ചുവരവുണ്ട്, നിങ്ങൾക്കൊരു തിരിച്ചുവരവുണ്ട്. ദാനിയേലിൻ്റെ പ്രവചനം, ഹഗായി പ്രവചനം, എസ്രാ ശാസ്ത്രി, നെഹമ്യാവ് വീട്ടിൽ പോയി വായിച്ചു നോക്ക്. എസ്രാ, നെഹമ്യാവ്, ദാനിയേൽ, സെഖര്യാവ്, ഹഗായി തുടർന്ന് വായിക്കുമ്പോൾ അവർക്ക് ഫേസ്ബുക്ക് ഇല്ല, അവർക്ക് വാട്സപ്പ് ഇല്ല, അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല. പക്ഷെ അവർക്ക് പരിശുദ്ധാത്മാവുണ്ട്. അവർക്ക് പരിശുദ്ധാത്മാവുള്ളത് കൊണ്ട് ഒരു ഭയങ്കര നെറ്റ്വർക്ക് അവിടെ ആരംഭിക്കുകയുണ്ടായി. തിരിച്ചുവരവ് എല്ലാവരിലും അറ്റ് സെയിം ടൈം ഒരു തിരിച്ചുവരവിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടു. ജനമിതാ തിരിച്ചു വരികയാണ്. സെയിം ടൈമാണ് അവരൊരു കോഓപ്പറേറ്റ് അനോയിന്റിംഗ് ആയി തിരിച്ചു വരികയാണ്. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ഈ അപ്പോസ്തലിക് അനോയിന്റിംഗിൽ നിന്നുകൊണ്ട് ഒരു കോർപ്പറേറ്റ് അനോയിന്റിംഗ് ഈ പട്ടണത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നത് യേശുവിൻ്റെ നാമത്തിൽ. വായികളെ തുറന്ന് അന്യഭാഷകൾ ജനമെന്ന് ആരാധിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. ഒരു കോഓപ്പറേറ്റ് അനോയിന്റിംഗിലേക്ക് ഇന്ന് രാത്രി കോൺഗ്രിഗേഷൻ ഓൺലൈൻ വാച്ച് ചെയ്യുന്നവർ ദൈവകൃപയാൽ നിയോഗം ദൈവിക നിയോഗത്തിലേക്ക് മാറ്റപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരിതാ ഒരു കൂട്ടം മടങ്ങിപ്പോകുന്നു. പക്ഷെ ഡാനിയേൽ മടങ്ങിപ്പോയില്ല. കാരണം എല്ലാവരും ചെയ്യുന്നത് ചെയ്യാനല്ല ചിലരെ ദൈവം വിളിച്ചിരിക്കുന്നത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ചെയ്യുന്നത് ചെയ്യാനല്ല ദൈവം ചിലരെ വിളിച്ചിരിക്കുന്നത്. നിന്റെ നിയോഗം വ്യത്യസ്തമാണ്, നിന്റെ ദൂത് വ്യത്യസ്തമാണ്, നിന്റെ ലൈഫ് വ്യത്യസ്തമാണ്, നിന്റെ ഗ്ലോറി അപാരമാണ്, ഉന്നതമാണ്. അതുകൊണ്ട് ഡാനിയേൽ പറഞ്ഞു, നോ, എൻ്റെ നിയോഗം വേറെയാണ്. 4 രാജാക്കന്മാർ മാറി, പക്ഷെ അവൻ മാറിയില്ല. അവൻ ചരിത്രത്തിലേക്ക് നോക്കി. അന്നത്തെ നെബൂഖദ്നേസറിനും ബെൽശസ്സറിനും കോരേശിനും ദാരിയവേശിനും ആർക്കും കാണാൻ കഴിയാത്തത് ദാനിയേൽ കണ്ടിട്ട് പറഞ്ഞു, അന്ത്യ ന്യായവിധി വരുവാൻ പോകുന്നു. യേശു കർത്താവ് മേഘാരൂഢനായി വരാൻ പോകുന്നു. ഇതാ സ്തോത്രം, ഇതാ മില്ലേനിയം റെയിൻ, 1000 വർഷം സ്തോത്രം കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. 69 പ്രൊഫറ്റിക് ഇയേഴ്സിന് ശേഷം, 69 ആഴ്ചവട്ടത്തിനു ശേഷം അഭിഷിക്തന് ഛേദിക്കപ്പെടുന്ന ദിവസങ്ങൾ കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. എത്ര വർഷമാണ് ഗ്രിഗോറിയൻ കലണ്ടർ ഇന്നേക്ക് വെച്ച് നോക്കിയാൽ 483 വർഷം എക്സാക്ട്ലി 10 സ്തോത്രം അതേ ജൂബിലി ഇയറിനു ശേഷം 483 വർഷത്തിനു ശേഷം അതേ അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അഭിഷിക്തൻ ഛേദിക്കപ്പെടും. ലോകം കണ്ട ഏറ്റവും വലിയ അഭിഷിക്തൻ ഛേദിക്കപ്പെടും. ലോകം കണ്ട ഏറ്റവും വലിയ അഭിഷിക്തൻ എന്ന് പറയുന്നത് മോശയല്ല, ഏലിയാവല്ല, എലീശയല്ല, ഗിദിയോനല്ല, പുരോഹിതന്മാരല്ല, രാജാക്കന്മാരല്ല, പ്രവാചകന്മാരല്ല. സ്തോത്രം, പകരം അളവില്ലാത്ത അഭിഷേകം യോർദാന്റെ കരയിൽ പ്രാവന്ന ദേഹരൂപത്തിൽ പ്രാപിച്ച അറുക്കപ്പെട്ട കുഞ്ഞാണ് ദൈവത്തിന്റെ പുത്രനത്രേ.
ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ ഓഫ് റിഡംഷൻ ദാനിയേൽ പ്രവചിക്കുകയുണ്ടായി. അത് പ്രവചിച്ചത് ഏത് വർഷമാണ്? യോബേൽ സംവത്സരത്തിലാണ്. ഓ കമാൻ, മനസ്സിലാക്കുന്ന ആമേൻ പറഞ്ഞേ. വേദപുസ്തകത്തിൻ്റെ സകല ഇമ്പോർട്ടൻ്റ് ലാൻഡ് മാർക്കുകളും ദൈവം ഉറപ്പിച്ചത്, ദൈവം ഇമ്പോർട്ടൻ്റ് ലാൻഡ് മാർക്കുകൾ ദൈവം ഇട്ടത് ഏതെങ്കിലും വർഷത്തിൽ എങ്ങനെയെങ്കിലും നടക്കട്ടെന്നല്ല, യോബേൽ സംവത്സരത്തിലാണ്. ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ ദൈവം തിരിച്ചറിയണം, ഇത് ദൈവം തരുന്ന ഒരു ലാൻഡ് മാർക്കാണ്. ഓ ദൈവം സഭയ്ക്ക്, വ്യക്തിക്ക് ദൈവം കൊണ്ടുവന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ടൈമാണ്. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, സ്തോത്രം. അതെ, 483 വർഷങ്ങൾക്ക് ശേഷം അഭിഷിക്തൻ ഛേദിക്കപ്പെടുക. സ്തോത്രം. അതെ, ദാനിയേൽ മരിച്ചു. കാലങ്ങൾ മുന്നിലേക്ക് കടന്നുപോയി. ഗലാത്യർ 4:4 കാലസമ്പൂർണ്ണതയിൽ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. നിങ്ങൾ കേൾക്കുന്ന കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ച് ഞാൻ നിങ്ങളെ ഷോക്ക് ചെയ്യട്ടെ. വളരെ ശക്തമായി, വളരെ സത്യം. നിങ്ങളുടെ മുഴുവൻ അറ്റൻഷൻ എനിക്ക് ആവശ്യം. ദാനിയേൽ സ്തോത്രം എഴുതി വെച്ചു. 483 വർഷങ്ങൾക്ക് ശേഷം അഭിഷിക്തൻ ഛേദിക്കപ്പെടും. കയ്യപ്പ പറഞ്ഞില്ല, ഹന്ന പറഞ്ഞില്ല. കാരണം അവർ സ്പിരിച്വൽ ബിസിനസിൻ്റെ ബിസിയിലായിരുന്നു. ദേവാലയത്തിന് പുറത്ത് കച്ചവടമായിരുന്നല്ലോ. അവർ ബിസിനസിൻ്റെ സ്തോത്രം തിരക്കിലായിരുന്നു. അന്നത്തെ പരീശന്മാർ അറിഞ്ഞില്ല, അന്നത്തെ മഹാപുരോഹിതൻ അറിഞ്ഞില്ല. പക്ഷേ രണ്ടുപേരറിഞ്ഞു. നിങ്ങൾക്ക് അവരെ അറിയാം. നിക്കോദിമോസും അരിമത്തയിലെ യോസെഫും. നിക്കോദിമോസും അരിമത്തയിലെ യോസെഫ് പറഞ്ഞു, അണ്ണ ഇത് ഒരു വല്ലാത്ത കാലമാണ്. ഈ വന്നിരിക്കുന്ന യവൻ ആരെന്നറിയോ? യവൻ മെസ്സിയായ. സ്തോത്രം. സെഖരിയ 9 അനുസരിച്ച് യവൻ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വളരെ സൗമ്യതയോടെ യവനെ ഇറങ്ങി വരും. അതെങ്ങനെ പറവാൻ തക്കണം കഴിയും? ദാനിയേൽ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വച്ചിരിക്കുന്നു, 1,73,880 ദിവസങ്ങൾക്ക് ശേഷം അഭിഷിക്തൻ ഛേദിക്കപ്പെടുമെന്ന്. Come on. 1,73,880 വർഷം, അത് 1,73,880 ദിവസങ്ങൾക്ക് ശേഷം. Let me repeat one more time. 173,880 days. 1,73,880 ദിവസങ്ങൾക്ക് ശേഷം അഭിഷിക്തൻ ഛേദിക്കപ്പെടും. എൻ്റെ കർത്താവിൻ്റെ ക്രൂശ് മരണം കോയിൻസിഡന്റ് അല്ല, ആക്സിഡന്റ് അല്ല, അത് പ്രീഡെസ്റ്റിൻഡ് ആയിരുന്നു. സോ അങ്ങനെയെങ്കിൽ അവൻ പാസ്ഓവർ ലാമ്പെങ്കിൽ 4 ദിവസം മുമ്പ് സ്തോത്രം യെരൂശലേമിൽ അവന് വരണമായിരുന്നു. സോ 1,73,876 ദിവസം കഴുത ആടിനെ കൊണ്ടുവന്നു. ഓ കമാൻ, നിങ്ങൾക്ക് മനസ്സിലായില്ല. കഴുത ദൈവത്തിന്റെ കുഞ്ഞാടിനെ ചുമന്ന് കൊണ്ടുവന്ന് ജനത്തിന് മിണ്ടാതിരിക്കാൻ പറ്റിയില്ല. അവർ ഹോശന്ന പാടി. അമ്മ വിചാരിച്ചത് കഴുത മോനെയും കൊണ്ട് കിഴക്കേ വാതിലൂടെ കയറുമെന്ന്. പക്ഷെ അമ്മയ്ക്ക് തെറ്റിയാലും മോന് തെറ്റുകയില്ല. ഹല്ലേലൂയ. കാരണം അമ്മ സൃഷ്ടിയാണ്, മോൻ സൃഷ്ടാവാണ്. കഴുത ഇടത്തേക്ക് തിരിഞ്ഞ് സ്തോത്രം ആട്ടിൻ വാതിലൂടെ യെരൂശലേമിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. കാരണം സാക്രിഫൈസിന് വേണ്ടി, യാഗങ്ങൾക്ക് വേണ്ടി സകല മൃഗങ്ങൾ കയറുന്നത് ആട്ടിൻ വാതിലൂടെയാണ്. പക്ഷെ ഇനി അവൻ വരുമ്പോൾ കയറുന്നത് കിഴക്കേ വാതിലൂടെയാണ്. 4 ദിവസം കഴിഞ്ഞ് ആകാശത്തിൻ്റെ ഭൂമിക്ക് മധ്യേ കണ്ടാൽ ആളല്ലോ എന്ന് തോന്നുമാറ് ലോകം കണ്ട ഏറ്റവും വലിയ അഭിഷിക്തൻ അവൻ തകർന്ന് കിടന്നു. 4 ദിവസങ്ങൾ കഴിഞ്ഞ് ദാനിയേൽ എക്സാക്ട്ലി പറഞ്ഞിരിക്കുന്നത് പോലെ 1,73,880 ദിവസം യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടു. 9 മണിയായപ്പോൾ ദേവാലയത്തിൽ യാഗങ്ങൾ ആരംഭിച്ചു. രാവിലെ 9 മണിയായപ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞാട് ക്രൂശിൽ കയറി. അവൻ്റെ ക്രൂശ് ഉയർത്തപ്പെട്ടു. ഉച്ചയ്ക്ക് ശേഷം 3 മണിയാകുമ്പോൾ മഹാപുരോഹിതൻ വന്ന് 2 കട്ടളകളുടെ മേൽ കരങ്ങൾ വെച്ചിട്ട് പറയും, ഇന്നത്തെ യാഗം നിവർത്തിയായി, ഇന്നത്തെ യാഗങ്ങൾ പൂർത്തിയായി. എക്സാക്ട്ലി ഉച്ചയ്ക്ക് ശേഷം 3 മണിയായപ്പോൾ ശ്രേഷ്ഠ മഹാപുരോഹിതൻ ക്രൂശിൽ തൻ്റെ കരങ്ങളെ നിവർത്തിയിട്ട് പറഞ്ഞു, ടെറ്റലസ്റ്റായി, സകലതും നിവർത്തിയായി. ഇനി ഒരു കൊന്ത കൊണ്ട് പ്രയോജനമില്ല, ഇനി കുരുത്തോല കൊണ്ട് പ്രയോജനമില്ല, ഇനി പൊന്നും കുരിശു കൊണ്ട് പ്രയോജനമില്ല, ഇനി കതിന വെടി കൊണ്ട് പ്രയോജനമില്ല. ഇറ്റ് ഈസ് ഫിനിഷ്. ഓ, അവൻ നമ്മെ പൂർണ്ണമായി രക്ഷിക്കുന്നവനത്രേ. കരങ്ങളെ അടിച്ചാരാധിക്കുക.
ഞാൻ നിർത്തി. 5 മിനിറ്റ് ഞാൻ നിർത്തി. സ്തോത്രം. ഇങ്ങനെ ദിവസങ്ങൾ പോകാം. ഞാൻ നിർത്തി. ഓ ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ബ്ലെസ് ദീസ് പീപ്പിൾ. So you are great. You do miracles so great. There is no one else like you. There is no one else like you. So you are great. You do miracles so great. There is no one else like you. There is no one else like you. So you are great. You do miracles so great. There is no one else like you. There is no one else like you. So you are great. Come on. You do miracles so great. There is no one else like you. There is no one else like you. ഇരു കരങ്ങളെ ഉയർത്തി. വരുന്നു നാഥ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കും. വരുന്നു നാഥ നിൻ സന്നിധിയെ പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കും. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല. അങ്ങേ പോലെ ആരുമില്ല. വിളിച്ചു പറഞ്ഞേ. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല. അങ്ങേ പോലെ ആരുമില്ല. സ്തുതിച്ചു പാടി മഹിമ അങ്ങേക്ക്. മഹിമ അങ്ങേക്ക്. എൻ കരങ്ങളെ ഉയർത്തി. എത്ര പേർ എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. സ്തുതിച്ചു പാടിടും മഹിമ അങ്ങേക്ക്. എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല. അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല. അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, സംഭവിക്കട്ടെ. അങ്ങേ പോലെ ആരുമില്ല. അങ്ങേ പോലെ ആരുമില്ല. അങ്ങേ പോലെ ആരുമില്ല. അങ്ങേ പോലെ ആരുമില്ല. പെസഹാ ദിനത്തിന് യേശു കർത്താവ് ക്രൂശിന്മേൽ അവൻ നമുക്കായി മരിച്ചു. Let me tell you one more time. പെസഹാ ദിനത്തിന് ആരും യേശുവിനെ കൊന്നതല്ല. ആർക്കും യേശുവിനെ കൊല്ലുവാൻ കഴിയത്തില്ല. പകരം അവൻ്റെ ജീവനെ എടുത്തതല്ല, അവൻ ജീവൻ കൊടുത്തതാണ്. കാരണം ഓൾറെഡി കർത്താവ് പറഞ്ഞു എനിക്ക് കൊടുക്കുവാൻ അധികാരമുണ്ട്, തിരികെ എടുക്കുവാൻ അധികാരമുണ്ട്. ആർക്കും റോമ സാമ്രാജ്യത്തിന്, നരകത്തിന്, മനുഷ്യർക്ക്, യഹൂദ സ്തോത്ര മതത്തിന് നോ അവനെ കൊല്ലുവാൻ കഴിയത്തില്ല. അവൻ ജീവനെ കൊടുത്തതാണ്. പെസഹാ ദിനത്തിന് കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ജീവൻ നൽകി. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിൻ്റെ ദിനത്തിന് തൊട്ടടുത്ത ദിവസം
പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിൻ്റെ ദിനത്തിന് പാപം എന്ന പുളിപ്പില്ലാത്ത കർത്താവ് അരിമത്തിൽ യോസെഫിൻ്റെ കല്ലറയിൽ തൻ്റെ ശരീരം സ്തോത്രം അടക്കം ചെയ്യപ്പെട്ടവനായി കാണപ്പെട്ടു. പെസഹാ ദിനത്തിന് മരിച്ചു. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിൽ പാപമില്ലാത്ത കർത്താവിൻ്റെ ശരീരം അരിമത്തിലെ യോസെഫിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടു. ആദ്യ പല പെരുന്നാളിൻ്റെ ദിനത്തിന് ആദ്യ ഫലമായി യേശു ഉയർത്തെഴുന്നേറ്റു. ആദ്യ പല പെരുന്നാളിൻ്റെ ദിനത്തിന് ആദ്യ ഫലമായി യേശു ഉയർത്തെഴുന്നേറ്റു. ലെറ്റ് മീ കീപ് ഓൺ ടെൽ യു അഗൈൻ ആൻഡ് അഗൈൻ. ദൈവം ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട നേരത്ത് ചെയ്യേണ്ടതുപോലെ ദൈവം ചെയ്യുന്നവനാണ്. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട നേരത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്ത് തികയ്ക്കുന്നവനാണ് ദൈവം. ദൈവത്തിൻ്റെ ടൈമിനെ തെറ്റിക്കാൻ ഒരു ഭൂതത്തിന് മനുഷ്യനെ കഴിയത്തില്ല. ഈ രാത്രി ഞാൻ പ്രവചിച്ചു പറയുന്നു, ദൈവം നിനക്കായി പുറപ്പെട്ടു കഴിഞ്ഞു. ദൈവം ഒരു വീരനെ പോലെ നിനക്കായി പുറപ്പെട്ടു കഴിഞ്ഞു. ഒരു കമ്പാരിസൺ പറഞ്ഞു ഞാൻ നടത്തട്ടെ. ഒരു കമ്പാരിസൺ 4000 വർഷങ്ങൾക്ക് മുമ്പ് പാസ്സോവർ ദിനത്തിന്, 4000 വർഷങ്ങൾക്ക് മുമ്പ് പെസഹാ ദിനത്തിന് ഒരാട്ടിൻകുട്ടി കൊല്ലപ്പെട്ടു. എക്സാക്ട്ലി 2000 വർഷങ്ങൾക്ക് മുമ്പ് പെസഹാ കുഞ്ഞാടാകുന്ന യേശു കർത്താവ് ക്രൂശിന്മേൽ മരിച്ചു. 4000 വർഷങ്ങൾക്ക് മുമ്പ് സ്തോത്ര പാസ്സോവർ കൊല്ലപ്പെട്ടത് കൊണ്ട് 30 ലക്ഷം ജനം ഈജിപ്തിൽ നിന്ന് പുറത്തിറങ്ങി. 2000 വർഷങ്ങൾക്ക് മുമ്പ് പെസഹ കുഞ്ഞാടാകുന്ന യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് ഇരുട്ടിൻ്റെ രാജ്യത്തിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരായി പുറത്തു വന്നു. 4000 വർഷങ്ങൾക്ക് മുമ്പ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിൻ്റെ അന്ന് ചെങ്കടലിന്റെ കരയിൽ സ്തോത്രം ഇസ്രായേൽ പാളയമിറങ്ങി. 2000 വർഷങ്ങൾക്ക് മുമ്പ് പുളിപ്പില്ലാത്തവനായ കർത്താവ്, പാപം വന്ന പുളിപ്പില്ലാത്തവൻ അരിമത്തിലെ യോസെഫിൻ്റെ കല്ലറയിൽ കാണപ്പെട്ടു. വീണ്ടും 3-ാം ദിവസം സ്തോത്രം ആദ്യ പല പെരുന്നാളിൻ്റെ ദിനം ചെങ്കടൽ വിഭാഗിക്കപ്പെട്ട് ജനം മരുഭൂമിയിൽ പ്രവേശിച്ചു. എക്സാക്ട്ലി അതേ ഡ്രാമ റിപ്പീറ്റ് ചെയ്യപ്പെട്ടു. 3-ാം ദിനത്തിൽ ആദ്യ ഫലമാകുന്ന യേശു, ഹേ മരണമെന്നതിൻ്റെ വിഷമുള്ള എവിടെ, ഹേ പാതാളമെന്നതിൻ്റെ ജയം എവിടേക്കാന്ന് പറഞ്ഞ് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട ദിനത്തിൽ തന്നെ ചെയ്ത് തികയ്ക്കുന്നവനാണ് ദൈവം. ഈ പട്ടണത്തിൽ, ഈ രാജ്യത്തിൽ ഇന്ന് രാത്രി ദൈവം നിന്റെ കലണ്ടറുകളെ മറിക്കുന്നു. ദൈവം നിന്റെ വാച്ചിനെ കറക്റ്റ് ചെയ്യുന്നു. കമോൺ, ചേർന്ന് ചലിച്ചാട്ടെ. ദൈവത്തിൻ്റെ ടൈം അനുസരിച്ച് ചേർന്ന് ചലിച്ചാട്ടെ. ലാസ്റ്റ് റെവലേഷൻ ഞാൻ നിർത്തി. ലാസ്റ്റ് റെവലേഷൻ സ്തോത്രം 50-ാം ദിനത്തിൽ സീനായ് മലയിൽ കർത്താവ് കൽപ്പനയുമായി മോശയുടെ അടുക്കൽ ഇറങ്ങി നിന്നു. 50-ാം ദിനത്തിൽ സീനായ് മലയിൽ ദൈവവചനം കൊടുക്കുവാൻ മോശയുടെ അടുക്കൽ ദൈവം ഇറങ്ങി വന്നു. ഞാൻ നിർത്തി. സ്തോത്രം 50-ാം ദിനത്തിൽ 4000 വർഷങ്ങൾക്ക് മുമ്പ് വചനം കൊടുക്കുവാൻ സീനായ് മലയിൽ ദൈവം ഇറങ്ങി. സെയിം ഡ്രാമ റിപ്പീറ്റ് ചെയ്യാം. 50-ാം ദിനത്തിൽ സിയോൻ മലയിൽ പരിശുദ്ധ ആത്മാവ് ഇറങ്ങി വന്നു. ശലോമോന്റെ ആലയത്തിലേക്കൊന്ന് എത്തി നോക്കിയ. ശലോമോന്റെ ആലയത്തിൽ എക്സാക്ട്ലി 120 പുരോഹിതന്മാർ കാഹളമൂതുമ്പോൾ ദൈവത്തിന് മഹത്വം നിറഞ്ഞു കവിഞ്ഞു. ശലോമോന്റെ ആലയത്തിൽ എക്സാക്ട്ലി 120 പുരോഹിതന്മാർ ഷോഫാർ കാഹളമൂതുമ്പോൾ മഹത്വം നിറഞ്ഞു കവിഞ്ഞു. പഴയ നിയമമാകട്ടെ പുതിയ നിയമമാകട്ടെ, മാത്സ് ചമച്ച കണക്ക് ഉണ്ടാക്കിയ ദൈവത്തിന് കണക്ക് തെറ്റുകയില്ല. നിനക്ക് നിന്നെക്കുറിച്ചുള്ള കണക്കുകൂട്ടൽ തെറ്റിയാലും നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കണക്കുകൂട്ടൽ ഒരിക്കലും തെറ്റുകയില്ല. നോവേ സ്തോത്രം. മനുഷ്യന് നിന്നെക്കുറിച്ചുള്ള കണക്കുകൂട്ടൽ തെറ്റിയാലും നിന്നെക്കുറിച്ചുള്ള കണക്കുകൂട്ടൽ ദൈവത്തിൻ്റെ തെറ്റുകയില്ല. ഇതൊരു പ്രൊഫറ്റിക് സൺഡേ ആണ്. യേശുവിൻ്റെ നാമത്തിൽ ഇത് പ്രൊഫറ്റിക് സൺഡേ ആണ്. സെക്കൻഡ് സർവീസ് നിങ്ങൾ വന്നിരുന്നെങ്കിൽ ഈ മെസ്സേജ് നിങ്ങൾക്ക് മിസ്സാകുമായിരുന്നു. അതിൻ്റെ ചലനം മറ്റൊന്നായിരുന്നു. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നിന്നെക്കുറിച്ച് തെറ്റിക്കിടക്കുന്ന സകല കണക്കുകൂട്ടലും ശരിയെന്ന് ദൈവം തെളിയിക്കാൻ വേണ്ടി പോകുകയാണ്. ശബ്ദമുയർത്തി മക്കളെ, ശബ്ദമുയർത്തി അന്യഭാഷ പറ. ശലോമോന്റെ ആലയത്തിൽ 120 പുരോഹിതന്മാർ കാഹളമുതിയപ്പോൾ മഹത്വം നിറഞ്ഞു കഴിഞ്ഞു.
മാളിക മുറിയിൽ എക്സാക്ട്ലി യേശുവിൻ്റെ അമ്മ മറിയ ഉൾപ്പെടെയുള്ള 120 പേർ ആത്മാവിൽ നിറഞ്ഞ 120 പേർ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. പുതിയ നിയമസഭയുടെ മുന്നേറ്റം, നമ്മളതിനെ വിളിക്കുന്ന പേര് ഉണർവ്. മുന്നേറ്റം, സഭയുടെ മുന്നേറ്റത്തിന്റെ പേരാണ് ഉണർവ്. കമോൺ, മുന്നേറുന്ന സഭ വന്നിട്ടുണ്ടോ? മുന്നേറുന്ന സഭ വന്നിട്ടുണ്ടോ? ഹേ, മുന്നേറുന്ന സഭ വന്നിട്ടുണ്ടോ? 120 പേർ അന്യഭാഷ പറഞ്ഞ് തുടങ്ങി. ലാസ്റ്റ് ആൻഡ് ഫൈനൽ റെവല്യൂഷൻ. മോശ പർവ്വതത്തിൽ നിന്ന് ആ കൽപ്പലയുമായി ഇറങ്ങി വന്നപ്പോൾ കാളക്കുട്ടി 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 എന്ന് പറഞ്ഞ് സ്തോത്രം. ആ പെന്തക്കോസ്റ്റ് ദിനത്തിന് അല്ലെങ്കിൽ ആ ജൂബിലി ഇയറിന് കാളക്കുട്ടി നിമിത്തം 3000 പേർ ഛേദിക്കപ്പെട്ടു. കാളക്കുട്ടിയുടെ പാപം നിമിത്തം 3000 പേർ ഛേദിക്കപ്പെട്ടു. മോശെ, നിന്റെ മുമ്പിൽ പഴയ നിയമത്തിൻ്റെ മുൻപിൽ, ലോയുടെ മുൻപിൽ, ന്യായപ്രമാണത്തിൻ്റെ മുൻപിൽ 3000 പേർ ഛേദിക്കപ്പെട്ടെങ്കിൽ പത്രോസ് പറയും, കൃപയുടെ മുമ്പിൽ 3000 പേർ സ്നാനപ്പെട്ടു. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഈ പട്ടണം കാണട്ടെ, 3000 പേരുടെ സ്നാനം തിരുവനന്തപുരത്ത് കാണട്ടെ. വിശ്വാസമുണ്ടോ? കേരളത്തിൽ കാണട്ടെ, ഇന്ത്യ കാണട്ടെ. In the name of Jesus. കണ്ടിട്ടില്ല, കാണാൻ പോകുന്നതേ ഉള്ളൂ. കണ്ടിട്ടില്ല, കാണാൻ പോകുന്നതേ ഉള്ളൂ.